Good morning, ma'am. Morning. Morning. Good morning. Morning. Good morning, ma'am. Good morning. Morning. Okay, good morning. PDF കാണാമല്ലോ. കാണാം, ma'am.
നമ്മൾ ഇന്നലെ പഠിച്ചത് പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പറയുന്നത്? 4 സോഴ്സസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് പർച്ചേസ്, യൂസ്ഡ് ഓൾഡ് ഡീലേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് ഓപ്ഷണറീസ്. ഓക്കെ ഓക്കെ, ഡയറക്റ്റില് ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ, ജസ്റ്റ് പേരല്ലേ പറഞ്ഞോളൂ. Yes, directly buying from the owner. Advantages is that we can see the working of the particular equipment and also about the details of past uses of the concerned equipments. നമ്മൾ ഒരു ഓണറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പഴയ എക്യുപ്മെന്റ്സ് വാങ്ങിക്കണമെങ്കിൽ അതിന്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്തായിരിക്കും? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ഓൾറെഡി അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അവിടെ പോയി നോക്കാനായിട്ട് സാധിക്കും അല്ലെ. എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് നേരിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റംസ് ആണെങ്കിലും അതെങ്ങനെ വർക്ക് ചെയ്യണം നേരിട്ട് ഓണറുടെ കയ്യിൽ ചെയ്യുന്ന എന്താണ് അദ്ദേഹം അത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരും. അല്ലെങ്കിൽ ഓക്കെ അതിന്റെ ബാക്കി പാസ്റ്റ് യൂസേജ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അദ്ദേഹം നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അത് ഉപയോഗിച്ചിരുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പഴയ എക്യുപ്മെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ്, ഇത് പഴയ ഉപകരണങ്ങൾ വിൽക്കുന്ന ഡീലേഴ്സ് ഉണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്? വാറന്റി ഫോർ എ ഷോർട്ട് പീരീഡ്, 2 types of equipment received from them, rebuilt and reconditioned equipment. ഓക്കെ, നമ്മള് ഈ എക്യുപ്മെന്റ് ഡീലേഴ്സ് പഴയ ഉപകരണങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ വാറന്റി എന്ന് പറയുന്നത് കുറച്ചൊരു പീരീഡുകൾക്ക് മാത്രമല്ല, ഒരു ഷോർട്ട് പീരീഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോ ഇവരുടെ കയ്യിൽ 2 types ഓഫ് എക്യുപ്മെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നെന്താണ്, പഴയ ഉപകരണങ്ങൾ തന്നെ അവർ റീബിൽഡ് ചെയ്തിട്ടുണ്ട്, അതായത് പുനരുപയോഗിച്ച രീതിയിൽ, അതായത് കേടുപാട് വന്ന ഉപകരണങ്ങളാണെങ്കിൽ പോലും എന്താണ് അതിനെ ഒന്ന് റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ സെയിം അത് തന്നെയാണ് എന്താ റീകണ്ടീഷണഡ് എക്യുപ്മെന്റ്. റീബിൽഡ് ആൻഡ് റീകണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ടും എന്തെങ്കിലും തകരാറുകൾ വന്നതിന് ശേഷം അത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് നിർത്തുന്ന ഉപകരണങ്ങൾ, അതായത് പഴയത് തന്നെയാണ് എന്നിരുന്നാൽ പോലും അതിൽ വരുന്ന എന്തെങ്കിലും തകരാറുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല വെൽ കണ്ടീഷനിലാക്കി വെക്കുന്ന ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് സൂക്ഷിക്കുന്നത് ആരാണ്? എക്യുപ്മെന്റ് ഡീലേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ്സുകൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ് എന്താ എക്യുപ്മെന്റ് ഡീലേഴ്സ്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യാറുണ്ട്? പഴയ ഉപകരണങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ്? ബ്രോക്കേഴ്സും ഓപ്ഷണറീസ്, അതായത് ഓൾഡ് എക്യുപ്മെന്റ്സുകൾ വിൽക്കുന്ന ബ്രോക്കർമാരുണ്ട്. അതേപോലെ തന്നെ അത് നമുക്ക് ലേലത്തിൽ ഓപ്ഷൻസ് ലേലം വിളിയിലൂടെ നമുക്ക് എന്ത് വാങ്ങിക്കാം? ഓൾഡ് എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കാറുണ്ട്. ഓക്കെ, രണ്ടും ഇതെല്ലാം തന്നെ എന്താണ് റിസ്ക് ഉണ്ട്, അതായത് പഴയ ഉപകരണമായത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ അതിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. മാത്രമല്ല ഇതിനകത്ത് പ്രത്യേകമായ വാറന്റീസ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, പഴയ ഉപകരണങ്ങൾ ആയതുകൊണ്ട് തന്നെ there will be no warranty. ഓക്കെ, മനസ്സിലായോ അത്? Then disadvantages in buying an old equipment. Disadvantages in buying an old equipment. എന്താണ് ഈ പഴയ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്തുള്ള ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും കുഴപ്പം അതിനുണ്ടാവോ? Economic life period of particular equipment cannot be ascertained. No after sales service, maintenance charges high. Okay, നമ്മൾ പഴയ ഉപകരണങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു എക്കണോമിക് ലൈഫ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് നമ്മൾ എക്കണോമിക് ലൈഫ് എന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ആ മെഷീന്റെ സർവീസ് ലൈഫ് അല്ലെ, എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. പ്രത്യേകിച്ച് പഴയ ഉപകരണങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്താണ് ആ ഉപകരണം എത്ര നാൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നമ്മളോട് പറയും 2 മാസം ഉപയോഗിച്ചിട്ടുണ്ടെന്നായിരിക്കും പറയുന്നത്, പക്ഷെ അതിൽ കൂടുതൽ ചിലപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവായിരിക്കും. അപ്പൊ നമുക്കത് അറിയാൻ പറ്റില്ല, അതൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. പഴയ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ഉപകരണം അവർ എത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെന്താണ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്. നോ ആഫ്റ്റർ സെയിൽ സർവീസ്, പിന്നീട് നമുക്ക് സർവീസസിന് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നീട് ഇത് വിൽക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ഉപകരണം തന്നെ പഴയ വാങ്ങിച്ച് നമ്മൾ ഉപകരണം തന്നെ പിന്നീട് വിൽക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. യെസ്. പിന്നെ മെയിൻ്റനൻസ് ചാർജ് ഹൈ. ഇനി ആ
പഴയ ഉപകരണത്തിന് എന്തെങ്കിലും കേടുപാട് വന്നാൽ പിന്നെയും അത് നന്നാക്കുന്നതിന് അതിലും വലിയ നമ്മൾ ലീസിന് എടുത്തതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ എന്താണ് എമൗണ്ട് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. മെയിൻ്റനൻസ് ചാർജസ്, മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 3 അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്. ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് അതിന്റെ അവർ എത്രത്തോളം അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. പിന്നെ ഇതൊരു ആഫ്റ്റർ സെയിൽ സർവീസിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസ് ചാർജസ്, കോസ്റ്റസ് കൂടുതലായിരിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ 3 യെസ്. നമ്മൾ പഠിച്ചത് പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന്റെ ഫാക്ടേഴ്സും അതേപോലെ തന്നെ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത് ആരുടെ കയ്യിലാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കിയത്. ഇനി നോക്കുന്നത് എന്താണ്? ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു സാധനം വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ പാട്ടത്തിന് എടുക്കുന്നത് അല്ലെ. ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. Leasing is a process by which the right to handle an equipment changes, but ownership does not change. It is between lessor person who equipment for lessee and lessee person who acquire a particular equipment. അപ്പൊ എന്താണ് ലീസിന് കൊടുക്കുക എന്ന് പറയുന്നത്? നമ്മള് ഒരു ഉപകരണം ഒരു ഉപകരണം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അതിന്റെ അവകാശം കൈമാറുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസിംഗ് എന്ന് പറയുന്നത് അല്ലെ. ലീസിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ചേഞ്ചസ്. അതായത് ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം കൈമാറുന്ന ഒരു അവകാശം മാറുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീസിംഗ് അഥവാ എന്താ പാട്ടത്തിന് കൊടുക്കുക അല്ലെങ്കിൽ പണയത്തിന് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പക്ഷെ ഓണർഷിപ്പിന് യാതൊരു മാറ്റവും വരുന്നില്ല അല്ലെ. ഓണർഷിപ്പിന് മാറ്റം വരുന്നുണ്ടോ? ഓണർക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഉപയോഗിച്ച സാധനം നമ്മൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നുള്ളൂ, പക്ഷെ അവിടെ ഓണറിന്റെ പൊസിഷന് മാറ്റം വരുന്നുണ്ടോ? എന്റെയാണ് ഉപകരണം, ഞാൻ ആദിത്യക്ക് കൊടുക്കുന്നു, അത് ആദിത്യയുടെ മാത്രമായിട്ട് മാറുമോ? ഇല്ലല്ലോ. പണയത്തിന് വേണ്ടി മാത്രം കുറച്ച് പീരീഡിലേക്ക് മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത് അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു സമയത്ത് ഈ ലീസിംഗ് പ്രക്രിയയിൽ 2 വ്യക്തികളുണ്ട്. ഓക്കെ, ആരൊക്കെയാണ്? ഒന്ന് ലെസ്സറും ഉണ്ട്, ലെസ്സി ഉണ്ട്. ആരാണ് ലെസ്സർ എന്ന് പറയുന്നത്? ലെസ്സർ എന്ന് പറയുന്ന ആരാണ്? പാട്ടത്തിന് ഉപകരണം കൊടുക്കുന്നത്, അതായത് എക്യുപ്മെന്റ് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെസ്സർ എന്ന് പറയുന്നത്. പേഴ്സൺ ഹു ഗിവ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ഒരു എക്യുപ്മെന്റ് ഒരാൾക്ക് ഉടമസ്ഥനായിട്ടുള്ള ആ വ്യക്തിയാണ് ആര്? ലെസ്സർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണേ, അണ്ടർലൈൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. പേഴ്സൺ ഹൂ ഗിവ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് കൊടുക്കുന്ന ആളാണ്, അതായത് ഓണർ ആണ് ലെസ്സർ എന്ന് പറയുന്നത്. അപ്പൊ ലെസ്സി ആരായിരിക്കും? ലെസ്സി ആരായിരിക്കും? പേഴ്സൺ ഹൂ അക്വയർ എ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ്, ആ ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെസ്സി എന്ന് പറയുന്നത് കേട്ടോ. പോയിന്റ് നോക്കുക, ലെസ്സറും ലെസ്സിയും പഠിക്കണം. ലെസ്സർ ആരാണ്? പേഴ്സൺ ഹു ഗിവ് എക്യുപ്മെന്റ് ഫോർ ലീസ്. പാട്ടത്തിന് ഉപകരണം കൊടുക്കുന്ന ഓണറെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി ആരാണ്? അത് സ്വീകരിക്കുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കയ്യിലാണ് വാടകയ്ക്ക് സാധനം വാങ്ങിക്കുന്ന ആ വ്യക്തിയാണ് നമ്മള്. വാങ്ങിക്കുന്ന വ്യക്തിയാണ് നമ്മള്, കൊടുക്കുന്ന വ്യക്തിയാണ് ആര്? ലെസ്സർ. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇഷ്ടംപോലെ എക്സാമിന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ലെസ്സറും ലെസ്സിയും മാറിപ്പോവരുത്. ആരാണ് ലെസ്സർ എന്ന് പറയുന്നത്? ലെസ്സർ ആരാണ്? യെസ്, ഓണർ. ലെസ്സിയോ? പേഴ്സൺ ആണ് അല്ലെ. ഹു അക്വയർ എ പെർട്ടിക്കുലർ എക്യുപ്മെന്റ്, അല്ലെങ്കിൽ ബയർ ആണ് അല്ലെ. യെസ്, ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. Yes. Then leasing is done due to lack of funds for doing experiments as a test run, as per the duration for which the equipment is needed, avoid the huge lead time for temporary adjustment, or when the capital equipment is available only on lease. ഓക്കെ, നമ്മള് എന്തുകൊണ്ടൊക്കെയാണ് ലീസിന് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ സാധനങ്ങൾ, ഉപകരണങ്ങൾ ഹോസ്പിറ്റലിൽ വാടകയ്ക്ക് എടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഒന്നല്ലെങ്കിൽ നമുക്ക് ലാക്ക് ഓഫ് ഫണ്ട്സ് മൂലം അല്ലെ.
അതായത് പണത്തിന്റെ ഫണ്ടിന്റെ കുറവ് മൂലം നമ്മൾ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഡൂയിങ് എക്സ്പീരിമെന്റ്സ്, ഒരു ടെസ്റ്റ് എന്ന പോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് മെറ്റീരിയൽസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ എടുക്കാറുണ്ട്. പിന്നെന്താണ് ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് എക്യുപ്മെന്റ് ഈസ് നീഡഡ്, അതായത് ഇപ്പോ നമ്മള് എന്താ പറയാ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ കല്യാണത്തിനൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ ജനറേറ്റർ ഒക്കെ 1-2 ദിവസത്തിന് വേണ്ടി മാത്രമൊക്കെ നമ്മൾ വാങ്ങിക്കാറില്ലേ? 1-2-3 ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് മാത്രം വാങ്ങിക്കില്ലേ വാടകയ്ക്ക്? അതായത് ഒരു ഡ്യൂറേഷൻ പീരീഡിലേക്ക് മാത്രം, ഒരു സ്പെസിഫിക് 2-3 ദിവസത്തേക്ക് മാത്രമായിട്ടൊക്കെ നമ്മൾ എന്തെടുക്കും, വാടകയ്ക്ക് എടുക്കും. അപ്പൊ ആ ഒരു ആവശ്യത്തിന് നമുക്ക് 2-3 ദിവസം മാത്രം എക്യുപ്മെന്റ് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എന്തെടുക്കും, അത് ലീസിന് എടുക്കും. ഓക്കെ. പിന്നെന്താണ് ചില ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽസ് എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തുന്നത് വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അവൈലബിൾ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പഴയ ഉപകരണം അല്ലെങ്കിൽ അത് ലീസിൽ എടുക്കുന്നത് വാടകയ്ക്ക് നമ്മൾ എടുത്തിട്ടായിരിക്കും ആ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പോ പണയത്തിന് എടുക്കുന്നതിന് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നതിന്റെ കുറച്ച് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന് ഫണ്ടിന്റെ കുറവ് മൂലമാണ്, അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട്, പിന്നെ എന്താണ് 1-2-3 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ലീസിങ്ങിന് അല്ലെ, ലീസിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ പണയത്തിന് എക്യുപ്മെന്റ്സുകൾ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്, ലീസിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേസ് റിക്വയർഡ്, risk obsolescence is lessened, maintenance can be done by both the lessor and lessee, and procurement of the equipment lead time is lessened. Okay, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഫസ്റ്റ് വൺ എന്താണ്? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേസ് റിക്വയർഡ്. നമുക്ക് ഒരു സാധനം പണയത്തിന് എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് വേണോ, അല്ലെങ്കിൽ ഒരുപാട് ഔട്ട്ലെറ്റ് മീൻസ് മുതൽ മുടക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുതൽ മുടക്ക് മീൻസ് എന്താണ്? ഒരുപാട് എമൗണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ടോ ഒരു സാധനം വാടകയ്ക്ക് എടുക്കുമ്പോ? ഇല്ല അല്ലേ? നമുക്ക് മതിയാവും, ഒരു അധികം എക്സ്പെൻസ് വരാതെ തന്നെ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും, പട്ടത്തിന് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നത്. ഓക്കെ. പിന്നെ റിസ്ക് ഓഫ് ഒബ്സലൻസ് ഈസ് ലെസ്സൺ. എന്താണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്? ഒബ്സലൻസ് ഓൾഡ് ഫാഷൻ ആണെങ്കിൽ, ഇപ്പൊ പഴയ സാധനം അതിന്റെ ഫാഷൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ സാധനം വാങ്ങിക്കുമ്പോൾ അതിന് അത്ര വില കിട്ടും. ഓൾറെഡി നല്ല ഫാഷൻ, ഒരു നല്ല പോപ്പുലർ ആയിട്ടുള്ള ഐറ്റംസിനാണെങ്കിലാണ് അത്യാവശ്യം വില കിട്ടുന്നത്. അതിന്റെ ഫാഷൻ ഓൾഡ് ഫാഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ആയിരിക്കും കിട്ടുന്നത്? അല്ല, അതിന് വില കുറവായിരിക്കുമല്ലോ അല്ലെ? അതായത് അതിന്റെ ഉപകരണം, അതിന്റെ ഉപയോഗം കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഓൾഡ് ഫാഷൻ ആയിട്ട് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ മോഡൽസ് ഒക്കെ കുറയും. ഓക്കെ. അപ്പൊ നമുക്ക് അത്രയും റിസ്ക് എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ടൊന്നും ആ ഒരു സാധനം വാടകയ്ക്ക് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നില്ല. ഓക്കെ. പിന്നെ മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസർ ആൻഡ് ലെസ്സി, ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ് ആണ്. എന്താണ് ഇതിന്റെ മെയിൻ്റനൻസ്? രണ്ടുപേരും ഒരേപോലെ തന്നെ നോക്കുമോ? ലെസറും ലെസ്സയും നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്ന ഉപകരണത്തിന്റെ മെയിൻ്റനൻസ് രണ്ടുപേരും ഒരേപോലെ തന്നെ ശ്രദ്ധിക്കില്ലേ? നമുക്കൊരു വാടകയ്ക്ക് ഒരു വീട് തന്നു, നമ്മുടെ വാടകയ്ക്ക് വീട് തന്ന ആ ഓണർ നമ്മുടെ വീട് ഇടയ്ക്കൊന്ന് അന്വേഷിക്കുമോ? ഇടയ്ക്കൊന്ന് നോക്കാറുണ്ടോ? നമ്മൾ ആ വീട് നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ, എന്തെങ്കിലും കേടുപാട് വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കില്ലേ? യെസ്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു എന്താ പറയാ, ഒരാൾ നോക്കാനുണ്ട് അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തും എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നല്ല രീതിയിൽ നമ്മൾ അതിനെ സംഭരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. വീടാണെങ്കിലും ഏത് ഉപകരണമാണെങ്കിലും ഉടമസ്ഥനെ കൊടുക്കണം, തിരിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമ്മളത് നല്ല രീതിയിൽ തന്നെ അതിനെ നോക്കും അല്ലെ? യെസ്. ഓക്കെ. പിന്നെ ആ ഒരു ലീഡ് ടൈം, ഇവിടെ ലീഡ് ടൈം ഉദ്ദേശിക്കുന്നത് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്യുപ്മെന്റ്സ് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കാനും സാധിക്കണം. ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നാൽ അവർക്ക് ഓൾറെഡി അറിയാൻ പറ്റും അത്രയും വില കുറഞ്ഞ സാധനം അല്ലെങ്കിൽ അത്ര ഉപയോഗിച്ച സാധനമായത് കൊണ്ട് ഇതിന് കംപ്ലൈന്റ് വന്നാലും ചില സിറ്റുവേഷൻസിൽ പ്രശ്നമില്ല. പക്ഷെ ചിലത് എന്താണ്, നമുക്ക് എങ്ങനെയാണോ തന്നത് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ? യെസ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പ്രധാന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഒന്ന് അതിനെ ഇപ്പം പറഞ്ഞ പോയിന്റ്സ് നമ്മൾ ഒന്നും കൂടി ചെറുതാക്കി പറഞ്ഞിട്ടുണ്ട്.
പാട്ടത്തിന്റെ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് എന്ന് പറയുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് ഔട്ട്ലേസ് അല്ലെങ്കിൽ മുതൽ മുടക്ക് കുറച്ച് മതി. ആൻ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ്സ് ഓൺ സംതിങ് എത്ര മതിയാവും? നമ്മള് ഒരു ചെലവ് ഔട്ട്ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സാധനം നമ്മൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന തുകേനെയാണ് നമ്മൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു സാധനം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഒരു തുകയാണ് ഔട്ട്ലൈൻ. ഓക്കെ, അപ്പോ ലീസിംഗിൽ നമുക്ക് ഒരുപാട് മുതൽ മുടക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഒബ്സലൻസ് അഥവാ കാലഹരണപ്പെട്ടതായിട്ടുള്ള ഉപകരണങ്ങളാണെങ്കിൽ എന്താണ്? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നിങ്ങള്? ഒബ്സലൻസിന് പറയുന്ന പോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആവെന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്ഡേറ്റഡ് ആവുന്ന പറഞ്ഞാൽ എന്താണ്? എന്താ പറയാ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ തന്നെ പറഞ്ഞു പോയി നമ്മള്. ഓൾഡ് ആവാം അല്ലെ? അല്ലെങ്കിൽ അതിന്റെ ഓൾഡ് ഫാഷൻസിലാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ഫാഷൻസ് എന്നൊക്കെ പറയുന്നത് അല്ലെ? ഓക്കെ, അങ്ങനെയുള്ളതാണെങ്കിൽ എന്താണ്? ലോങ്ങർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് കാലഹരണപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ ഓൾഡ് ആയിട്ടുള്ള ഫാഷൻസ് ആയാലും അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അത് നമുക്ക് പഴയതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് ഉപയോഗിക്കുന്നതിന്. ഓക്കെ, യെസ്. അപ്പൊ ഒന്ന് ഇതിന്റെ എന്താണ്? ഒരു മിനിറ്റ്. യെസ്, ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇപ്പൊ പറഞ്ഞ ഒബ്സലൻസ് എന്നുള്ള പോയിന്റ് നോക്കണ്ട നിങ്ങൾ. ആദ്യത്തെ നോക്കൂ, സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ? അതിന് നമ്മൾ ലീസിന് എടുക്കുമ്പോൾ നമുക്കൊരു കുറഞ്ഞ പൈസ കൊടുത്ത് നമുക്ക് എക്യുപ്മെന്റ് എടുക്കാൻ പറ്റും. അത് ഒരു പോയിന്റ് ആയിട്ട് പഠിക്കാം. പിന്നെ എന്താണ്? മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസർ ആൻഡ് ലെസ്സി ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ്സൻഡ്. ആ രണ്ട് പോയിന്റ് മാത്രം ഇതിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നെന്താണ്? രണ്ടുപേർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും അല്ലെ? ലെസറിനും ലെസ്സിക്കും എന്താണ്? ലെസ്സിക്കും എന്താണ്? ആ ഒരു ഉപകരണത്തെ കുറിച്ചിട്ട് അത് എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല രീതിയിൽ, അതായത് ഇത്ര സമയത്തിനുള്ളിൽ നമുക്കത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവിടെ ഉടലെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ രണ്ട് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഭയങ്കര താഴെയുള്ള ഒബ്സലൻസ് എന്നുള്ളത് വേണ്ട. ഓക്കെ, യെസ്. ഒബ്സോളൻസസ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫാഷൻസ് എന്നാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ. ഈ രണ്ട് പോയിന്റ്സ് 1, 2 എന്നുള്ള രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് എന്ന് കാണാം കേട്ടോ. ഇനി മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ്. എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ്? അതിന്റെ ദോഷങ്ങളാണ് അല്ലെ? പാട്ടത്തിന് എടുക്കുന്നതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? Is the lesser who control the equipment, lesser has the access to equipment inspection, lesser has the right to seize the lease period. Okay, ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന, പഴയ സാധനം വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ ഈ പാട്ടത്തിന് ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കായിരിക്കും ഉണ്ടാവുക? ആർക്കാണ് ഉണ്ടാവുന്നത്? അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ലെസർ ആണ് അല്ലെ? നമ്മൾ ഓണറാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലെസർ ഹാസ് ആക്സസ് ടു ദ എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ. അദ്ദേഹത്തിന് എന്തിന്റെ അവകാശമുണ്ട്? നമുക്ക് തന്നിരിക്കുന്ന പാട്ടത്തിന് തന്നിരിക്കുന്ന ഉപകരണം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ, അതായത് കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ലെസറിനാണുള്ളത് അല്ലെ? ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ലെസർ ഹാസ് ദി റൈറ്റ് ടു സീസ് ദ ലീസ് പീരിയഡ്. എന്താ പറയുന്നത്? ലെസർ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരിയഡ്. അദ്ദേഹം വിചാരിച്ചത്, നമുക്കിപ്പോ 5 മാസം എന്ന് പറഞ്ഞൊരു ഉപകരണം തന്നു, അദ്ദേഹത്തിന് തോന്നാണ് 3 മാസം കഴിയുമ്പോൾ അത് വാങ്ങിച്ചെടുക്കണമെന്ന് തോന്നിയാൽ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? ആ പീരീഡ് അദ്ദേഹത്തിന് നിർണ്ണയിക്കാനുള്ള അവകാശം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്.
ഉണ്ട് അല്ലെ? അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ ആണോ ഉടമസ്ഥാവിന്റെ അല്ലേ സാധനം, ഓണറുടെ ലെസ്സറുടെ ആണ് എക്യുപ്മെന്റ് എങ്കിൽ ലെസ്സിയിൽ നിന്ന് പറഞ്ഞ പീരീഡിനുള്ളിൽ തന്നെ ചിലപ്പോൾ തിരിച്ചെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് കേട്ടോ. ഓക്കെ, അത് ശരിക്കും പറഞ്ഞത് ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇത്ര സമയത്തേക്ക് തന്നിട്ട് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല അല്ലെ? അത് അങ്ങനെ ചിലതിലൊക്കെ ലീഗൽ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. പക്ഷെ കേസിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ആരങ്ങനെ ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ കേസുകളൊന്നും അധികം പോവാറില്ല. ചില സിറ്റുവേഷൻസ് ബേസ്ഡ് മാത്രമല്ല, വലിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സുകൾ മാത്രമായിരിക്കും അങ്ങനെ നമ്മള് അങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നാൽ പെട്ടെന്ന് ഒരു വർഷത്തിന് തന്നിട്ട് ഒരു 10 മാസം കഴിയുമ്പോൾ നമ്മളോട് തിരിച്ചു വാങ്ങിച്ചാല് ചിലവർ കേസിന് പോകും. ചിലത് ഓക്കെ, നമ്മളെ എക്സ്ട്രാ എമൗണ്ട് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓരോ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 3 ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്, ബേസിക്കിനുള്ളത്. ഒന്ന്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരായിരിക്കും? കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ, ആ ഉപകരണം കൺട്രോൾ ചെയ്യുന്നത് മുഴുവനും ലെസർ ആയിരിക്കുള്ളൂ, ഉടമസ്ഥനായിരിക്കുള്ളൂ. പിന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇത് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ എന്താണ്, അത് ആ ലീസ് പീരീഡ് കുറയ്ക്കാനായിട്ടുള്ള പൂർണ്ണ അവകാശം ആർക്കാനുണ്ടാവുന്നത്? ലെസറിനായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നോക്കുന്നത് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. ഒരു ഉപകരണത്തിന്റെ സെലക്ഷൻ, തിരഞ്ഞെടുപ്പും അതിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒരു ഉപകരണം നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, അതെങ്ങനെ നമ്മൾ പ്രൊക്യൂർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കുറച്ച് 5 പോയിന്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? സെലക്ട് അക്കോർഡിംഗ് ടു നീഡ്. അയ്യോടോ, സോറി കണ്ടില്ല കേട്ടോ. ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ. മിനിറ്റ് വിട്ടുപോയതാണേ. ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ, വേസ്റ്റ് മാനേജ്മെന്റ്, ഇൻസിഡന്റ് ആൻഡ് ലൗണ്ടറി സർവീസ്. അതായത് ഇവിടെ നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്നതിന് ഒരു എക്സാമ്പിൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റ് സർവീസസും അല്ലെങ്കിൽ നമ്മുടെ ലൗണ്ടറി സർവീസസ് ഒക്കെ ഇല്ലേ? ലൗണ്ടറി പഠിച്ചിട്ടില്ലല്ലോ നിങ്ങള് ചാപ്റ്റർ അടുത്ത പാർട്ടിലല്ലേ? പാർട്ട് 4 ലൗണ്ടറി? അടുത്ത ഭാഗത്താണ് അല്ലെ, അടുത്ത മൊഡ്യൂളിലാണുള്ളത്. അപ്പോ ലൗണ്ടറി സർവീസസ് നമ്മുടെ അലക്ക് സംവിധാനങ്ങളാണ് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എന്തിനു കൊടുക്കാറുണ്ട്? നമ്മള് പുറത്തെ സോഴ്സസിന് നമ്മൾ കൊടുക്കും. അതായത് പണയത്തിന് പോലെ തന്നെ എന്താണ്, പുറത്തെ ആൾക്കാരെ വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരെ കുറച്ച് സെലക്ട് ചെയ്തിട്ട് വാഷ് ചെയ്യാനും അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്താണ് ഇപ്പോ ലൗണ്ടറി സർവീസസിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് നമ്മൾ മെഷീൻസ് എടുക്കാറുണ്ട്. ഓക്കെ, അതായത് ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിൽ മെഷീൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ മിക്കവാറും നമ്മളൊക്കെ എടുക്കുന്നത് ചെറിയ ഹോസ്പിറ്റൽസിലൊക്കെ ആയിരിക്കുള്ളൂ. ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വാഷിംഗ് മെഷീൻസിന് അധികം ഉപയോഗം പോലെ ചിലപ്പോൾ അതെന്താണ് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു എക്യുപ്മെന്റ്സ്, എക്സ്ട്രാ ഒരു വാഷിംഗ് മെഷീൻസ് നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പൊ പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കും? ലീസിന് അരികുള്ള എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിക്കുന്നു കേട്ടോ. എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസിനറേറ്റർ, വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബ്രേക്ക് ഡൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഷെയർഡ് സർവീസസുകൾ, അതായത് ഇതുപോലെ പണയത്തിന് എക്യുപ്മെന്റ്സുകൾ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ സർവീസസുകൾ ചെയ്യാറുണ്ട്. ഇതിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പ്രധാനമായിട്ടും ഒന്ന് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇതുപോലെ ലൗണ്ടറി സർവീസസിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർഡ് സർവീസസ് അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സുകൾ ലീസിന് എടുത്തിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ടീച്ചർ അത് കണ്ടില്ല കേട്ടോ സെന്റൻസ്, അതുകൊണ്ടാണ് പറയാൻ പോയത്. പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ കയറിപ്പോയതാണേ. ഓക്കെ, ശരി. അപ്പോ നെക്സ്റ്റ് നോക്കുന്ന എന്താണ്? സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. നമ്മൾ ഒരു സാധനം എങ്ങനെ സെലക്ട് ചെയ്യണം, അതെങ്ങനെ പ്രൊക്യൂർ ചെയ്യണം എന്നൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഉപകരണം വാങ്ങിക്കുന്ന സമയത്ത് സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി, then installation, operation or calibration, training and testing, manufacturer's manual availability. ഒരു സാധനം നമ്മൾ ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് എന്ത് നോക്കും?
നമ്മളെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ആവശ്യകത നോക്കിയിട്ടാണ് നമ്മൾ ആ സാധനം വാങ്ങിക്കാൻ പോകുന്നത് അല്ലെ. അത് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും അല്ലെ. അതായത് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഇന്ന ഉപകരണങ്ങൾ വേണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്യും അല്ലെ. ഓക്കെ, ഏത് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ കൃത്യമായി സെലക്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഓരോ അപ്പൊ ഹോസ്പിറ്റലെ സംബന്ധിച്ചാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റ്സിൽ അവർ എന്ത് പറയും, അവർക്ക് ഏതെങ്കിലും ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു തിരഞ്ഞെടുത്ത ഉപകരണങ്ങൾ മാത്രമായിരിക്കും നമ്മൾ അവിടെ വാങ്ങാൻ പോകുന്നത്. അതാണ് സെലക്ടഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് സെലക്ട് ചെയ്യും, ഇന്ന ഉപകരണമാണ് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഇമാജിനറി സർവീസസിലാണെങ്കിൽ എന്താണ്, സ്കാനിങ് മെഷീൻസിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഇത് കംപ്ലൈന്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ അതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഉപകരണം എന്താണ്, സ്കാനിങ് മെഷീൻ ആയിരിക്കും വേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, സെലക്ട് ചെയ്യുക. പിന്നെന്താണ്, ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് ആഫ്റ്റർ സെയിൽ സർവീസസ് ഉണ്ടോ, ഇതിന്റെ സ്പെയർ പാർട്സുകൾ അവൈലബിൾ ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. സാധനം വാങ്ങുന്നതിന് മുമ്പായിട്ട് ആഫ്റ്റർ സെയിൽസുകൾ ഇതിനുണ്ടോ, അതോടൊപ്പം തന്നെ ഇതിന്റെ സ്പെയർ പാർട്ടുകൾ അവൈലബിൾ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഇൻസ്റ്റാളേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. വാങ്ങിക്കുന്ന ഉപകരണങ്ങൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം അല്ലെ. കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് ആ സാധനം വാങ്ങിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്സ് കൊടുക്കണം ആർക്ക്, ജീവനക്കാർക്ക്. അത് ഓരോ എക്യുപ്മെന്റ്സ് എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെതായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്സ് നമ്മൾ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മാത്രമല്ല ഇതൊക്കെ ഉപകരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വേണം. എന്തെങ്കിലും ട്രെയിനിങ്സ് കൊടുക്കുന്ന എന്തിന്റെ ഭാഗമായിട്ടാണ്, അതിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വരുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് മാനുഫാക്ചേഴ്സ് മാനുവൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്താണ് മാനുവൽ എന്ന് പറയുന്നത്, നമ്മള് ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വില കൂടിയ എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ കിട്ടാറില്ലേ, ബുക്ക്ലെറ്റ് മാനുഫാക്ചേഴ്സ് ഡയറക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എവിടെയാണ് അതിന്റെ പ്ലഗ് വരേണ്ടത്, എവിടെയാണ് അത് ഓൺ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയായിരിക്കണം കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഒരു മാനുവൽ, ഒരു ബുക്ക്ലെറ്റ് പോലെ ബുക്കിന്റെ രൂപത്തിൽ കാണാറില്ലേ. നമ്മൾ വണ്ടി വാങ്ങിച്ചാൽ വണ്ടിയുടെ കൂടെ ഉണ്ടാവും ബുക്ക്ലെറ്റ്സ്. അത് മാനുവൽ ആണ്. മാനുഫാക്ചേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ്, അതെങ്ങനെ ഉപയോഗിക്കണം, അത് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, അതിന്റെ വാറന്റി പീരീഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ സർവീസ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നെല്ലാം പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടായിരിക്കും, മാനുഫാക്ചേഴ്സ് മാനുവലിൽ ഉണ്ടായിരിക്കും. അതായത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത്തരത്തില് എന്തുണ്ടായിരിക്കുള്ളൂ, മാനുഫാക്ചേഴ്സ് മാനുവൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോട് അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ക്വാളിറ്റി ഇല്ലാത്തൊരു ഉപകരണം ആണെങ്കിൽ ഈ ഡയറക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ബില്ലോ എന്തെങ്കിലും ഒരു പേപ്പർ ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓൾറെഡി ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉപകരണങ്ങളാണെങ്കിൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക, മാനുഫാക്ചേഴ്സ് മാനുവൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്, നിങ്ങളെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ കണ്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ല എന്താണ്, ബുക്ക്ലെറ്റ് പോലെ ഇരിക്കും, ഒരു ചെറിയ പീസ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടായിരിക്കണം എന്ത്, ഒരു ഉപകരണം നമ്മൾ വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ സംഭരിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഒന്ന് നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള എക്യുപ്മെന്റ് ആണോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക, ഏത് ഡിപ്പാർട്ട്മെന്റാണ് എന്താണ് ആവശ്യം എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ അതിന് ആഫ്റ്റർ സെയിൽ സർവീസസും അതിന്റെ സ്പെയർ പാർട്ടുകളൊക്കെ അവൈലബിൾ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്തിരിക്കണം. കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് വേണ്ട ജീവനക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഉപകരണത്തിന് മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, യെസ്. ഒന്ന് വായിച്ചു നോക്കി പിള്ളേരെ.
X. Okay. Next നോക്കുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. Authority and responsibility of purchasing department. Purchasing department responsibilities ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ് നോക്കുന്നത്? Okay, first one എന്താണ്? Authority to commit the funds of the hospital for the procurement of goods and services. Okay, അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി? Authority to commit the fund of the hospital for procurement of goods and services. ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിനും പ്രൊക്യൂർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ ഫണ്ടുകളും അനുവദിക്കുന്നത് ആരാണ്? അനുവദിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഓക്കെ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാത്തരം സർവീസസ്. ഒരു മിനിറ്റ് നോക്കാം. Okay. കേൾക്കാമോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യത്തെ പോയിന്റ് മനസ്സിലായോ? ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള ഫണ്ടുകൾ നൽകുന്നതിനുള്ള അതോറിറ്റി അല്ലെങ്കിൽ അധികാരം ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് കേട്ടോ. പിന്നെ റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് വെൻ ജസ്റ്റിഫൈഡ്. റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് എന്താ പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാത്തരം നീഡ്സുകളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? യെസ്, വളരെ എങ്ങനെയാണ്? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോരോ ആവശ്യകതകളുണ്ട്, ഓരോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ നീഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ആവശ്യകതകളുണ്ട്. അതെല്ലാം തന്നെ എന്താണ്? ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തീർക്കുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. പിന്നെ റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ. If an incomplete or incorrect has the authority to challenge specifications. Responsibility for evaluation of specification. എന്താണ് evaluation of specifications എന്ന് പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് എല്ലാ കാര്യങ്ങളും അതായത് സ്പെസിഫിക്കേഷൻസ് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസിനെ കുറിച്ചിട്ടുള്ള ഇവാലുവേഷൻ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് ഏതെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ഓഫീസിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി നല്ല മെറ്റീരിയൽസ് സ്പെസിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഓർഡർ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും വരുന്ന സാധനങ്ങൾ. ചിലതിൽ എന്തായിരിക്കും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള. ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകറക്റ്റ് തെറ്റായ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും?
അതിനെയൊക്കെ ചാലഞ്ച് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്സിനുണ്ട്. അതായത് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അതോറിറ്റി എന്ത് ചെയ്യും? അതുമായി അതിനെ എതിർക്കുന്ന രീതിയിൽ, അതിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് റെസ്പോൺസിബിലിറ്റീസും ആർക്കാണുള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. മനസ്സിലായോ വരെ? എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും ആര്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ആ ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്പെസിഫൈ ചെയ്ത മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ആയിരിക്കുമല്ലോ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത അല്ലെങ്കിൽ എന്തെങ്കിലും പിശകുകൾ വന്നായിട്ട് എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടും ആർക്ക് അധികാരമുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമുണ്ട്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ പോയിന്റ്? Yes. Next one. Okay. Responsibility to interview all vendor representatives and arrange for bidding or negotiation for goods and services. Responsibility to interview all vendor representatives. ആരാണ് all vendor representatives എന്ന് പറയുന്നത്? ആരെയാണ്? വെൻഡർ ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? എല്ലാ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെ? ഇത് നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്ന എല്ലാ വെൻഡേഴ്സുമായി, സെല്ലേഴ്സുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്നതും അതോടൊപ്പം തന്നെ എന്താണ്, ഇന്റർവ്യൂ പ്രകാരം തന്നെ എന്താണ് നമ്മൾ അവിടെ നെഗോഷിയേഷൻ ചെയ്യുന്നുണ്ട്, ലേലം വിളിക്കുന്നുണ്ട് അല്ലെ? മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ട് എല്ലാ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനോട് ചർച്ച നടത്തുന്നതും ലേലം വിളികളൊക്കെ ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റീസും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ് കേട്ടോ. ഓക്കെ, യെസ്. Next one, to get correct quality and quantity at the economical price and to supply materials as needed for the various departments. To get correct quality and quantity at the economical price and to supply materials as needed for the various departments. ഇവിടെ എന്താ നോക്കുന്നത്? നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് കറക്റ്റ് ക്വാളിറ്റിയിലാണോ ക്വാണ്ടിറ്റിയിലാണോ നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്കണോമിക് പ്രൈസിലാണോ എല്ലാ മെറ്റീരിയൽസും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതും ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട അതിന്റെ ക്വാളിറ്റി കറക്റ്റ് ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽസ് കൃത്യമായ എണ്ണം കൃത്യ ക്വാണ്ടിറ്റിയിലും കൃത്യ ക്വാളിറ്റിയിലാണോ വന്നിരിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിലാണോ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ആവശ്യാനുസരണം നമ്മളതെല്ലാം സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്? എല്ലാത്തരം ഫണ്ട്സ് കൈകാര്യം ചെയ്യും, മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുഡ് സർവീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫണ്ടും കമ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ആവശ്യകതകൾ അനുസരിച്ചിട്ട് അതെല്ലാം ചെയ്തു കൊടുക്കുന്നതും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താണ്, ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻസ് നടത്തുന്നു. ഇവാലുവേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ ചാലഞ്ച് ചെയ്യാനും അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ എല്ലാ വെൻഡർ റെപ്രസെന്റേറ്റീവുമായിട്ട് നെഗോഷിയേഷൻ ചർച്ചകൾ നടത്തുന്നതും അല്ലെങ്കിൽ ആ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട ലേലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസിന് കറക്റ്റ് ക്വാളിറ്റിയിലാണോ കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണോ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കിക്കോ.
ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. ഇപ്പൊ പഠിച്ചത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇതെന്താണ് പർച്ചേസിംഗ് മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഇതിന്റെ ജോലി ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, ജോലി വിതരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. The person that normally runs the purchasing department is called the purchasing manager. ആരെയാണ് നമ്മൾ പർച്ചേസിംഗ് മാനേജർ എന്ന് വിളിക്കുന്നത്? The person that normally runs the purchasing department is called the purchasing manager. Underline ചെയ്യാട്ടോ. അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ, ഒരു പേഴ്സണെയാണ് നമ്മൾ പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ. The purchasing job description is strategic in nature and usually consists of the following. Okay. ഇപ്പൊ പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് അതിന്റെ നേച്ചേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് തന്ത്രപരമായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഓക്കെ. യെസ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. Maintaining the purchasing policy, ensuring and ensuring that all purchase stick to it. Okay. പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്നു, പ്രത്യേകിച്ച് പർച്ചേസസുമായി ബന്ധപ്പെട്ട അല്ലെ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? അതായത് ഓൾറെഡി ഒരു പർച്ചേസിംഗ് പോളിസീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പർച്ചേസിംഗ് പോളിസീസ് അനുസരിച്ചിട്ട് തന്നെയാണോ എന്ത് നടക്കുന്നത്? ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പർച്ചേസിംഗ് നടക്കുന്നത്, ഓരോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ പോളിസി പ്രകാരം തന്നെയാണോ എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജറുടെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ. മനസ്സിലായോ? എന്താണ് ഓൾറെഡി നമ്മൾ ഒരു പർച്ചേസിംഗ് പോളിസീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെന്താ? ചൂസിംഗ് ദ സപ്ലയേഴ്സ് that the company will deal with and keeping the legal interaction with them. Choosing the suppliers that the company will deal with and keeping the illegal interaction with them. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ചൂസിംഗ് സപ്ലയേഴ്സ്. എന്താണ് ചൂസിംഗ് സപ്ലയേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, ഹോസ്പിറ്റലിൽ അംഗീകൃതമായിട്ടുള്ള കുറച്ച് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള സപ്ലയേഴ്സ് ഉണ്ടാവുന്ന ഓർമ്മയുണ്ടോ? ആദ്യത്തിലൊക്കെ പഠിച്ചപ്പോ നമ്മള് ഇപ്പൊ എന്താണ്, അതായത് ഒരു ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സിന്റെ കളക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരിക്കും ആരുടെ കയ്യില? പർച്ചേസിംഗ് മാനേജറുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അവരുമായിട്ട് പ്രത്യേകിച്ച് ആ കമ്പനിയുമായിട്ടുള്ള എല്ലാ ലീഗൽ ഇന്ററാക്ഷൻസും ചൂസ് ചെയ്യുന്നതും അതെല്ലാം തന്നെ നടത്തപ്പെടുന്നതും ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ. ഓൾറെഡി സപ്ലൈസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്യും അല്ലെ. ഏറ്റവും നല്ലൊരു വെൻഡറെ സെലക്ട് ചെയ്തിട്ടായിരിക്കുള്ളൂ അവരുമായിട്ട് ആ മെറ്റീരിയൽസിന്റെ ലീഗൽ ഇന്ററാക്ഷൻസും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അതാരാണ് ചെയ്യുന്നത്? പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ. മനസ്സിലായോ? Okay. Then managing any SLAs, service legal agreement that may be in place, and managing master agreements between suppliers and the company. പർച്ചേസിംഗ് മാനേജർ ആണ് സർവീസ് ലെവൽ അഗ്രിമെന്റ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. SLA എന്ന് പറയുന്നത് എന്താണ്? സർവീസ് ലെവൽ അഗ്രിമെന്റ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. സർവീസ് ലെവൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഗ്യാരണ്ടി, അതിന്റെ വാറന്റീസിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എന്തായിരിക്കും? കസ്റ്റമേഴ്സിന്റെ ഗ്യാരണ്ടീസ് ആണ് സർവീസ് ലീഗൽ അഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. അത് മാനേജ് ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ. അതോടൊപ്പം തന്നെ എന്താണ്? ദാറ്റ് മെയിൻ പ്ലേസ് ആൻഡ് മാനേജിങ് എനി മാസ്റ്റർ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സപ്ലയർ ആൻഡ് ദ കമ്പനി. കമ്പനീസും സപ്ലയറും തമ്മിലുള്ള മാസ്റ്റർ അഗ്രിമെന്റ്സും കൈകാര്യം ചെയ്യുന്നതും ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. അപ്പൊ മാസ്റ്റർ അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാസ്റ്റർ അഗ്രിമെന്റ്സ് ചെറിയ അഗ്രിമെന്റ്സ് ആയിരിക്കും, അത് വലുതാണ് അല്ലെ. ഓക്കെ. നിങ്ങൾ മാസ്റ്റർ അഗ്രിമെന്റ് എന്താണെന്നൊന്ന് നോട്ട് ചെയ്യട്ടോ.
പേനയുണ്ടോ കയ്യില്? നോട്ട് ചെയ്യാം. മാസ്റ്റർ അഗ്രിമെന്റ് എന്താണ്? ഇസ് എ കോൺട്രാക്ട്. ഇസ് എ കോൺട്രാക്ട്. ഇതൊരു കരാറാണ് കേട്ടോ. ഇസ് എ കോൺട്രാക്ട്. Is a contract. The outlines, outlines, O-U-T-L-I-N-E-S, outlines, the outlines, O-U-T-L-I-N-E-S, the outlines, the terms and conditions, the terms and conditions, the terms and conditions, the terms and conditions for a number of conditions, terms and conditions for a number of transactions, for a number of transaction, number of transactions between number of transaction between two or more parties, two or more parties, two or transaction between two or more parties. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. മാസ്റ്റർ അഗ്രിമെന്റ് എന്താണെന്നാണ് പറയുന്നത്? ഇസ് എ കോൺട്രാക്ട് ദാറ്റ് ഔട്ട്ലൈൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ എ number of transactions between two or more parties. അപ്പൊ എന്താണ് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്? ഒരു കോൺട്രാക്ട് ആണല്ലേ, എന്തുമായി ബന്ധപ്പെട്ട്? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്ട് ആണല്ലേ. ആരൊക്കെ തമ്മിലുള്ളതാണ്? ഒരാള് മാത്രമാണോ ഇതിൽ വരുന്നത്? കമ്പനീസ് മാത്രമാണോ? ഒന്നോ അതിൽ കൂടുതലോ പാർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ കരാറാണ് എന്ത്? മാസ്റ്റർ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. വലിയ എഗ്രിമെന്റ്സ് ആണ്. അതായത് വലുതാവാൻ കാരണം എന്താണ്? നമ്മൾ ഒരു പാർട്ടീസ് മാത്രമല്ല, ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ പാർട്ടീസുമായിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ക്യാപിറ്റൽ എഗ്രിമെന്റ്സുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസിനെ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കൂടുതലായിട്ട് മാസ്റ്റർ എഗ്രിമെന്റ്സ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? മാസ്റ്റർ എഗ്രിമെന്റ്സ് കരാറുകള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ് കേട്ടോ. ഓക്കെ, സർവീസ് ലെവൽ എഗ്രിമെന്റും മാസ്റ്റർ എഗ്രിമെന്റ്സും കൈകാര്യം, അതായത് സപ്ലയറും കമ്പനിയും തമ്മിലുള്ള മാസ്റ്റർ എഗ്രിമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ് കേട്ടോ. അപ്പൊ SL എന്താണ്, മാസ്റ്റർ എഗ്രിമെന്റ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇത് SLA എന്ന് പറഞ്ഞാൽ ഷോർട്ട് കസ്റ്റമർ സർവീസ് ഗ്യാരണ്ടി ആണ് കേട്ടോ. ഷോർട്ട് കസ്റ്റമർ സർവീസിന്റെ ഒരു ഗ്യാരണ്ടിയാണ് SLAs എന്ന് പറയുന്നത്. മറ്റത് ഏറ്റവും വലുത് എന്ന് പറയുന്ന എഗ്രിമെന്റ് ഏതാണ്? മാസ്റ്റർ എഗ്രിമെന്റ്സ് ആണ്. അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. SLAയുടെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. SLASന്റെ എക്സ്പാൻഷൻ പഠിക്കുക. ഓക്കെ, നിങ്ങള് ഒരു 31 ആവുമ്പോ ഇപ്പൊ ഒരു ബ്രേക്ക് ആണ്. ടീച്ചർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഒരു 11:31 ആവുമ്പോഴേക്കും ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാട്ടോ. കുറച്ച് സമയം ബ്രേക്ക് ആണേ. 31 ആവുമ്പോഴേക്കും വന്നാൽ മതി. ഓക്കെ,
ഓക്കെ. ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. നെക്സ്റ്റ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. പർച്ചേസിംഗ് മാനേജർ ആണ് പുതിയ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്കുമായി അതിന്റെ ട്രെയിനിങ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നതും ആരാണ്? പർച്ചേസിംഗ് മാനേജർ കേട്ടോ. സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് മാനേജ്മെന്റ്. ഓക്കെ. Then collaboration with other departments, especially the accounting, manufacturing and stock departments. അതായത് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്സും സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്സും ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് പർച്ചേസിംഗ് മാനേജറാണ് കേട്ടോ. ഓക്കെ. യെസ്, കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്? അക്കൗണ്ടിംഗ്, മാനുഫാക്ചറിംഗ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് പർച്ചേസിംഗ് മാനേജറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ലേ? കുറച്ചുപേരെ അതിന്റെ ഇടയിൽ പോയോ? ഓക്കെ, ഞാൻ നമ്പർ ഓഫ് നിങ്ങളുടെ എണ്ണം നോക്കിയില്ല, എല്ലാവരും ഉണ്ടെന്ന് ഓർത്തു. നെക്സ്റ്റ് വൺ, budgeting, costing and cost saving after analyzing the management information available. Budgeting, costing and cost saving after analyzing the management information available. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിൽ വരുന്നത്? അതായത് ലഭ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യുന്നതും കോസ്റ്റിംഗ് കൈകാര്യം ചെയ്യുന്നതും പിന്നെ ആവശ്യമായിട്ടുള്ള കോസ്റ്റുകളൊക്കെ സേവ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. ഓക്കെ. അതായത് ഒരു എന്താ പറയാ, വിവരങ്ങൾ, എല്ലാത്തരം ഇൻഫോർമേഷൻസ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തരം വിവരങ്ങൾ അവൈലബിൾ ആയിട്ട് ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതും കോസ്റ്റ് ഒക്കെ സേവ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. ഇതെന്താ പറയുന്നത്? ഇവിടെ എന്തിന്റെ സേഫ്റ്റി ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ക്വാളിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തിന്റെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റീസ് ആണ് അല്ലെ? എത്രത്തോളം ക്വാളിറ്റി, എത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനി എന്തെങ്കിലും തരത്തിൽ അതിൽ എന്തെങ്കിലും സേഫ്റ്റി കുറവോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ലീഗൽ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും പർച്ചേസിംഗ് മാനേജർ ആണ് കേട്ടോ. അതായത് നിയമപരമായിട്ടുള്ള അതായത് പ്രൊഡക്റ്റിന്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയമ ആവശ്യകതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യുന്നതും അതൊക്കെ കൈകാര്യം ചെയ്യുന്നതും പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ. പിന്നെ overseeing any large procurement that may happen. Overseeing any large procurement that may happen. എന്താണ് ലാർജ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്? ഓവർസീ ചെയ്യുന്നത് ഏതെങ്കിലും മെറ്റീരിയൽസിന്റെ വലിയ സംഭരണങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് അദ്ദേഹം ഓവർസീ ചെയ്യുന്നത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ. വലിയ സംഭരണങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വലിയ മെറ്റീരിയൽസിന്റെ സംഭരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സൂപ്പർവിഷൻസ് അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നതും പർച്ചേസിംഗ് മാനേജർ ആണ്. ഓക്കെ. Then license, communication or cooperation which makes easy for a close working relationship between people. License എന്താണ്? ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈസൺ എന്ന് പറയുന്നത് എന്താണ്? Communication or cooperation which makes easy for a close working relationship between people. ഇതിന്റെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വരുന്നത് അല്ലെ? യെസ്. ആരൊക്കെ തമ്മിലാണ് ഒരു പൊതുബന്ധം നിലനിർത്തുന്നത് അദ്ദേഹം?
ബിറ്റ്വീൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ അല്ലെ, നല്ല രീതിയിലുള്ള ആശയവിനിമയ ശൃംഖല, അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പീപ്പിൾസിനെയും തമ്മിലുള്ള ഒരു എല്ലാ തരത്തിലുള്ള കോപ്പറേഷൻസും അല്ലെങ്കിൽ അവരുമായിട്ട് എല്ലാത്തരം കമ്മ്യൂണിക്കേഷൻസും നടത്തുന്നതും പർച്ചേസിംഗ് മാനേജറാണ്. ഓക്കെ, യെസ്. ഒന്നുകൂടി നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഫണ്ടുകളെല്ലാം തന്നെ പർച്ചേസിംഗ് പോളിസി അനുസരിച്ചിട്ടുള്ള പർച്ചേസിംഗ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണോ പർച്ചേസിംഗ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യുന്നു അല്ലെ, അതായത് ഏത് ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിൽ സപ്ലൈസിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് പ്രകാരം ഓരോ സപ്ലൈസിനെയും ചൂസ് ചെയ്ത് അവരുമായിട്ടുള്ള എല്ലാ ലീഗൽ ഇന്ററാക്ഷൻസും നടപ്പിലാക്കുന്നു. പിന്നെ എന്താണ്, SLAസും മാസ്റ്റർ അഗ്രിമെന്റ്സും മാനേജ് ചെയ്യുന്നു. അതായത് സർവീസ് ലെവൽ അഗ്രിമെന്റ്സും മാസ്റ്റർ അഗ്രിമെന്റ്സ്, അതായത് സപ്ലയേഴ്സും കമ്പനീസും തമ്മിലുള്ള മാസ്റ്റർ അഗ്രിമെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അദ്ദേഹമാണ്. പിന്നെ സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, മാനേജ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നു. മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. എസ്പെഷ്യലി അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. പിന്നെന്താണ്, ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യുന്നതും കോസ്റ്റ് സേവിംഗ് ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സുകൾ അനുസരിച്ചിട്ട് അതെല്ലാം കൈകാര്യം ചെയ്യുന്നു. പിന്നെ ലാർജ് പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നതിന് ഓവർസീ ചെയ്യുന്നതും പർച്ചേസിംഗ് മാനേജർ ആണ്. അതോടൊപ്പം തന്നെ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, അതായത് പീപ്പിൾസുമായിട്ട് നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള, അതായത് നല്ലൊരു ആശയവിനിമയം, നല്ല പ്രോപ്പർ ചാനലിംഗ് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാത്തരം ആവശ്യകതകളൊക്കെ അറിഞ്ഞ് അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്സ് കൊണ്ടുപോകുന്നതും പർച്ചേസിംഗ് മാനേജറാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? Okay. Next one, job description of purchasing clerk and assistant, clerk or assistant. Okay, purchasing manager കീഴിൽ വരുന്നത് ആരാണ്? പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റൻസ് ആണ്. അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. Okay, yes. Job description of purchasing clerk അല്ലെങ്കിൽ assistant അല്ലെ. The purchasing clerk undertake day-to-day works. Okay, purchasing department എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കുറച്ച് job descriptions ആണ് പറയുന്നത് കേട്ടോ. Collect and merge purchase orders and purchase requisitions so as to order materials, goods and services. Okay, purchase ordersമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ കളക്ഷൻസ് മെർജ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് റിക്വസിഷൻ അല്ലെങ്കിൽ നമ്മുടെ അഭ്യർത്ഥനകൾ അല്ലെ പർച്ചേസുമായി ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള റിക്വസിഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതും അതെല്ലാം മെർജ് ചെയ്യുന്നതും
പിന്നെന്താണ് ആവശ്യമുള്ള മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടുള്ള എല്ലാത്തരം റിക്വസിഷൻസ് സ്വീകരിക്കുക. അത് കളക്ട് ചെയ്തത് മെർജ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആർക്കാണ്? പർച്ചേസിംഗ് ക്ലർക്കാണ്. ഓക്കെ, അതായത് ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള എല്ലാ പർച്ചേസ് റിക്വസിഷൻസ് കളക്ട് ചെയ്യുന്ന ജോലി, കളക്ട് ചെയ്തത് മെർജ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് പർച്ചേസിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഡെലിവർ ടു ദ സപ്ലയേഴ്സ്, ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ് എന്താണ്? നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെ റിക്വസിഷൻസ് ആണ്, പർച്ചേസുമായി ബന്ധപ്പെട്ട റിക്വസിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലയേഴ്സിന് ഡെലിവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് അസിസ്റ്റൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കളക്ട് ചെയ്തിരിക്കുന്ന പർച്ചേസ് റിക്വസിഷന്റെ എല്ലാത്തരം ഡെലിവേഴ്സും സപ്ലയറിന് കൈമാറുന്നത് ആരാണ്? പർച്ചേസിംഗ് ക്ലർക്കാണ്. Then refresh stock and order as required. Refresh stock and order as required. സ്റ്റോക്കുകൾ റിഫ്രഷ് ചെയ്യുന്നു, ഓർഡറുകൾ ആവശ്യാനുസരണം എന്ത് ചെയ്യുന്നു? പുതുക്കും അല്ലെ, ഓർഡറുകൾ പുതുക്കും, ആവശ്യാനുസരണം സ്റ്റോക്കുകൾ റിഫ്രഷ് ചെയ്യുന്നത് ക്ലർക്കാണ്, പർച്ചേസിംഗ് ക്ലർക്കാണ് കേട്ടോ. ഓക്കെ, റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്, അതായത് ആവശ്യാനുസരണം സ്റ്റോക്കുകൾ പുതുക്കി ഓർഡറുകൾ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ്. Then communicate with the suppliers on a daily basis. Supplier എന്നാണ് കേട്ടോ, തെറ്റാണ് അവിടെ. Communicate with the supplier on a daily basis. അതായത് സപ്ലയറുമായിട്ട് ആശയവിനിമയം, ഡെയിലി ഒരു ആശയവിനിമയം നടത്തുന്നത്. അതായത് എന്തായിരിക്കും അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം എപ്പോഴാണ് എത്തിച്ചേരുന്നത് അതിന്റെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് സപ്ലയറുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നത് ആരാണ്? പർച്ചേസിംഗ് ക്ലർക്കുകളായിരിക്കും കേട്ടോ. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരന്തരമായി ഡെയിലി ആയിട്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് പർച്ചേസിംഗ് ക്ലർക്കുകളാണ്. ഓക്കെ, then scrutinize deliveries against the orders. Scrutinize deliveries against the orders. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. എന്താണ് സ്ക്രൂട്ടനൈസ് ചെയ്യാന്ന് പറയുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ സൂക്ഷ്മമായി പരിശോധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്ത ഓർഡേഴ്സുകള് നമ്മൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് അവര് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെന്താണ് ഓർഡറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ പറഞ്ഞ മെറ്റീരിയൽസിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ. ഇനി അങ്ങനെ വരുന്ന ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതും ആരാണ്? ക്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റൻസുകളാണ്. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറുകൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് പർച്ചേസിംഗ് അസിസ്റ്റൻസുകളാണ് കേട്ടോ. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തിരിച്ചയക്കുന്നത്, എന്തെങ്കിലും മെറ്റീരിയൽസ് റോങ് ആയിട്ടാണ് വന്നതെങ്കിൽ നമ്മളതൊക്കെ തിരിച്ചയക്കുന്നത് ആ ഒരു സമയത്താണ്. ഓക്കെ, പിന്നെ ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ അല്ല ഓർഡർ, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. എന്താണ് ട്രേസ് ചെയ്യാന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസ്, അതായത് മെറ്റീരിയൽ എവിടെ എത്തി അല്ലെ, അത് നമ്മൾ നിരന്തരം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് എപ്പോഴാണ് എത്തിച്ചേരുന്നത്, ഇപ്പൊ എവിടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്, ഓക്കെ, ഏത് സമയത്തായിരിക്കും എത്തിച്ചേരുക എന്നുള്ള കാര്യം നമ്മൾ എന്താണ് ഡെയിലി ബേസിസിൽ അദ്ദേഹം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് അസിസ്റ്റൻസുകൾ കേട്ടോ. ട്രേസ് സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ, ഏത് ഓർഡർ ആണെങ്കിലും അതിന്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. Then handle with non-supplied orders, under orders, over orders and damaged goods. Handle with the non-supplied orders, under orders, over orders and damaged goods. എന്താണ് പറയുന്നത്? Handle with the non-supplied orders എന്ന് പറയുമ്പോൾ എന്താ? നമ്മള് സപ്ലൈ ചെയ്യാത്ത ഓർഡർ ചിലപ്പോൾ വന്നിരിക്കാം അല്ലെ, നമ്മൾ ഓർഡർ കൊടുത്ത മെറ്റീരിയൽ ആയിരിക്കില്ല ചിലപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ള ഓർഡർ, അതായത് നോൺ സപ്ലൈഡ് ആയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ടോ, അണ്ടർ ഓർഡേഴ്സ് വന്നിട്ടുണ്ടോ. അണ്ടർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ഓർഡർ നമ്മൾ ഓർഡർ ചെയ്തതിനേക്കാളും കുറവായിരിക്കും മെറ്റീരിയൽ, എണ്ണം കുറവായിരിക്കും അല്ലെ. നമ്മൾ ഓർഡർ ചെയ്തത് 10 ആണെങ്കിൽ 5 ആയിരിക്കും വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, അങ്ങനെ വന്നിട്ടുണ്ടോ. ഓവർ ഓർഡേഴ്സ് വന്നിട്ടുണ്ടോ. ഓവർ എന്താണ്? നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അല്ലെ. യെസ്, അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണോ, എന്തെങ്കിലും തകരാറുകളുള്ള അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉള്ളതാണോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോ
അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയിൽ ഒന്നാണ് എന്ത്, നോൺ സപ്ലൈഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാത്ത മെറ്റീരിയൽ ആണോ വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ എണ്ണത്തിൽ കുറവാണോ, അതാണ് അണ്ടർ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഓവർ ഓർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണോ വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത് പർച്ചേസിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായ പോയിന്റ്? Yes. Make sure that any invoices are sent to accounts for payment. Make sure that any invoices are sent to account for payment. എന്താണ് ഇൻവോയ്സസ്? ഇൻവോയ്സ് നമ്മൾ പഠിച്ചാണല്ലോ. നമ്മൾ ഏത് മെറ്റീരിയൽസ് ആണോ വാങ്ങിയിരിക്കുന്നത് ഇൻവോയ്സ് ബില്ല് അല്ലെ, ഇൻവോയ്സ് ആ പർച്ചേസിന്റെ ആ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഇൻവോയ്സ് ബില്ല് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അക്കൗണ്ട്സിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻവോയ്സസ് ആർ സെൻഡ് ടു അക്കൗണ്ട്സ് ഫോർ പേയ്മെന്റ്. ഓക്കെ, ഇൻവോയ്സ് ബില്ല് കൃത്യമായിട്ട് പർച്ചേസ് അസിസ്റ്റന്റ് ആയിരിക്കണം അക്കൗണ്ട്സിലേക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ പേയ്മെന്റിന് വേണ്ടിയിട്ട്. യെസ്. Then generate and maintain all reports. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിപ്പോർട്ട്സുകളും ജനറേറ്റ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പർച്ചേസ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിപ്പോർട്ട്സുകളും ജനറേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും പർച്ചേസ് അസിസ്റ്റന്റ് ആണ്. ഇതോടെ നമുക്ക് നോക്കാം ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക്. പർച്ചേസ് റിക്വസിഷൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഓരോ ഓർഡേഴ്സുമായി, ഓരോ മെറ്റീരിയൽസിന്റെ ഓർഡേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സപ്ലൈസുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ റിക്വസിഷൻസും പർച്ചേസ് ഓർഡറുകളെല്ലാം കളക്ട് ചെയ്ത് വെച്ച് ചെയ്യുന്നത് അദ്ദേഹമാണ്. പിന്നെ ഡെലിവർ ദം ടു സപ്ലൈസ്, നമ്മൾ റിസീവ് ചെയ്ത പർച്ചേസ് റിക്വസിഷൻസ് എല്ലാം തന്നെ സപ്ലയർക്ക് ഡെലിവർ ചെയ്യുന്നു. പിന്നെ റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡേഴ്സ് ആസ് റിക്വയർഡ്, അതായത് നമ്മുടെ ഓർഡറുകൾ കൃത്യമായിട്ട് റിഫ്രഷ് ചെയ്യുകയും ഓർഡറുകൾ പുതുക്കുകയും ചെയ്യുന്നു. സപ്ലയറുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് ഓർഡർ ചെയ്ത മെറ്റീരിയൽസിൽ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നത്, അതായത് നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽസ് തന്നെയാണോ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് ആൻ ഓർഡർ, നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽ വരുന്നത് വരെ അതിന് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എവിടെ എത്തിയപ്പോഴാണ് എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നു. പിന്നെ നോൺ സപ്ലൈഡ് ഓർഡേഴ്സ് വന്നിട്ടുണ്ടോ, അണ്ടർ ഓർഡേഴ്സ് വന്നിട്ടുണ്ടോ, ഓവർ ഓർഡർ വന്നിട്ടുണ്ടോ, ഡാമേജ്ഡ് ആയിട്ട് പ്രൊഡക്ട്സ് ഉണ്ടോ എന്ന് കൂടി അവിടെ ചെക്ക് ചെയ്യുന്നു. പിന്നെ ഇൻവോയ്സ് ബിൽസുകൾ അക്കൗണ്ട്സിലേക്ക് പേയ്മെന്റ്സിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ റിപ്പോർട്ട്സുകളും ജനറേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻസുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? Next one, stock control അല്ലെങ്കിൽ inventory control. Okay. What, when, how much to order, how much to store to make the purchasing and storage expense at minimum is called inventory control. It is a device of management which is used to sustain an economic investment in materials and products for the objective of obtaining a maximum financial return. നമ്മൾ എന്തിനാണ് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒരു മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റില് എന്തിനു വേണ്ടിയിട്ടാണ്? What, when, how much to order, how much to store to make purchasing and storage expense at a minimum is called inventory control. എന്താണ്, എന്ത് സാധനം എപ്പോ വാങ്ങിക്കണം അല്ലെ, എത്രത്തോളം നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കണം, എത്രത്തോളമാണ് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി വേണ്ടത്, എത്ര ക്വാളിറ്റിയിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു പ്രോസസ് ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററിയിൽ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പൊ ഇൻവെന്ററിയിൽ ഏതൊക്കെ മെറ്റീരിയൽസിൽ കൃത്യമായിട്ട് സ്റ്റോറേജിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ രീതിയിൽ എത്ര എണ്ണം വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്.
സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഒരുപാട് എക്സ്പെൻസീവ് അല്ലാതെ തന്നെ കാര്യങ്ങൾ കൃത്യാനുസരണം, അതായത് ഇൻവെന്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഏതൊക്കെ മെറ്റീരിയൽസ് ഓൾറെഡി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും സ്റ്റോറിൽ. ഇനി അപ്പൊ ഇൻവെന്ററീസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസിന്റെ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കും. ഏതാണ് തീരുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് അടുത്ത ഓർഡേഴ്സ് കൊടുക്കാനായിട്ട് ഇൻവെന്ററീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സസ്റ്റെയിൻ ആൻഡ് ഇക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഫോർ ഒബ്ജക്റ്റീവ് ഓഫ് ഒബ്റ്റൈനിങ് എ മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ. നമ്മളിതിങ്ങനെ ഇൻവെന്ററി കൺട്രോൾ നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? പരമാവധി ഫിനാൻഷ്യൽ റിട്ടേൺസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലെ. ഈ സ്റ്റോക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരു കൺട്രോൾ ഉണ്ടാവും, നിയന്ത്രിതമായ കാര്യങ്ങൾ നമ്മൾ ഓരോ മെറ്റീരിയൽസിലും യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ വലിയ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ റിട്ടേൺസ് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ റിട്ടേൺസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, മനസ്സിലായോ സ്റ്റോക്ക് കൺട്രോൾ എന്താന്ന്? ഹോസ്പിറ്റലിൽ പരമാവധി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇൻവെന്ററി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ, ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. നോക്കാം, ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി മനസ്സിലായോ നിങ്ങൾക്ക്? സ്റ്റോക്ക് കൺട്രോൾ എന്താണ് മനസ്സിലായോ പിള്ളേരെ? ചിലവ് എങ്ങനെ ചുരുക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. യെസ്, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ നിങ്ങളാണോ വാങ്ങിക്കുന്നത്? നിങ്ങളാണോ വാങ്ങിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അല്ലെ? മാരേജ് കഴിഞ്ഞ കുറച്ച് ആൾക്കാരെങ്കിലും. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഫെമിനോട് ഞാൻ ചോദിക്കട്ടെ, ഫെമിനയുടെ ഫെമിനക്ക് അറിയാം വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അല്ലെ. പൈസ കിട്ടുന്ന സമയത്ത് ഫെമിന എന്ത് ചെയ്യും? അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും അല്ലെ. അരി, പഞ്ചസാര, അല്ലെങ്കിൽ നമ്മുടെ ഓയില്, സോപ്പ്, ഡിറ്റർജൻസ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്താണെങ്കിലും അല്ലെ. കുട്ടികൾക്ക് വേണ്ടത് നമ്മളൊക്കെ സ്റ്റോർ ചെയ്യില്ല. അത്യാവശ്യം എന്തെങ്കിലും ലൂസ് ഹോർലിക്സോ അങ്ങനെ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത്, അല്ലാതെ അപ്പൊ നമ്മൾ ഒരുപാട് ദിവസം വെച്ചിട്ടൊന്നും കുട്ടികൾക്കൊന്നും കൊടുക്കില്ല അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എന്തിനാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? എന്തിനാ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുറെ സാധനങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കുന്നത്? എന്തിനാ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഒരു നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കോ? ഇപ്പൊ ഓയിലിന്റെ വെളിച്ചെണ്ണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കും നമ്മൾ ഏറ്റവും നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ഓയില് ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? ഓൾറെഡി വെളിച്ചെണ്ണക്ക് നല്ല പൈസയാണ് അല്ലെ. അല്ലെ, 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയാണെന്ന് അറിയാമോ? എത്ര രൂപയാണോ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്? ആദിത്യ അറിയണോ? 350. എന്താന്ന് നോക്കിയേ, കുറച്ചാളായി നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം നമ്മൾ ഒറ്റയടിക്കൊന്ന് തീർക്കാൻ നോക്കോ? ഇല്ല അല്ലെ. ആവശ്യാനുസരണം പതിയെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ, നിയന്ത്രിച്ചിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത്ര ദിവസത്തേക്ക് ഉപയോഗിക്കാൻ ഇത്രയും സ്റ്റോക്ക് ഉണ്ടാകും എന്ന് നമുക്കറിയാം. അമ്മമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താ പറയാ കുടുംബിനികളെ സംബന്ധിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത്ര സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളത് അല്ലെ. യെസ്, അത് തീരാറാവണേക്ക് മുമ്പ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. തീരാറാവണേക്ക് മുമ്പ് നന്നായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യും അല്ലെ. എത്ര ദിവസം, 2 ദിവസത്തിനുള്ളിൽ അരി തീരും, വെളിച്ചെണ്ണ തീരും എന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങളും നിങ്ങളുടെ സ്റ്റോക്ക് നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ നിയന്ത്രിക്കുന്നത് നമുക്ക് ഒരുപാട് ലാഭമുണ്ട് അല്ലെ. ഒരുപാട് പൈസ നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ കളയേണ്ടി വരുന്നില്ല. നിയന്ത്രിതമായ ഒരു രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും ഒരു ഓർഗനൈസേഷനാണ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, പരമാവധി നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനേ നമ്മൾ നോക്കുള്ളൂ, അത് കളയാൻ നോക്കില്ല അല്ലെ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാം ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ.
Provide supplies available when needed to maintain constant operation. എന്താണ് ഇതിന്റെ ഇൻവെന്ററി കൺട്രോളിന്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത്, ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? Provide supplies available when needed to maintain constant operation. നമ്മൾ പഠിച്ചു ഹോസ്പിറ്റലിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവർക്ക് വെറുതെ നമ്മൾ കൊടുക്കുമോ മെറ്റീരിയൽസ്? തോന്നുമ്പോ നമുക്ക് മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്താണോ ആവശ്യകത, അല്ലെ, അവരുടെ ആവശ്യകത എന്താണോ അതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് മാത്രമായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? സപ്ലൈസസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഇൻവെന്ററിയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് കൃത്യമായിട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിൽ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു, 10 എണ്ണം വേണമെന്ന് പറഞ്ഞു, കറക്റ്റ് 10 എണ്ണം തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഓവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കില്ല. ഓക്കെ, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരിക്കലും ഓവർ യൂസിന് വേണ്ടിയിട്ട് കൊടുക്കില്ല. എത്ര എണ്ണമാണോ വേണ്ടത് അത് കൃത്യമായിട്ട് തീർന്നിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും നിരന്തരമായ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളത് മാത്രമായിരിക്കുള്ളൂ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതാണ് അതിന്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ആദ്യത്തെ പോയിന്റ്? Okay. Then to have a stock of goods when required through the reduction of bulk or purchase. To have a stock of goods when required through reduction or purchase. Second goal എന്തായിരിക്കും? നമ്മളെ സ്റ്റോക്ക് പിശുക്കി യൂസ് ചെയ്താല്, അതായത് കുറേശ്ശെ യൂസ് ചെയ്ത് നമുക്ക് എന്താണ് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, അല്ലെ? പറ്റോ? സ്റ്റോക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, എത്ര ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് പിശുക്കാന്ന് പറയില്ലേ നമ്മള്, യെസ്, അങ്ങനെ ഒന്ന് പിശുക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കുറച്ചും കൂടെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഉള്ള സാധനങ്ങൾ തന്നെ കുറച്ച് ഒന്ന് പിടിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നതിന് പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. ഉള്ള പ്രൊഡക്ട്സ് എത്രത്തോളം ഉണ്ടോ അത് അതിന്റെ അളവൊക്കെ കുറച്ചൊന്ന് പിശുക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഓക്കെ, യെസ്. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആൻഡ് റിഡക്ഷൻ പർച്ചേസ്. ഓക്കെ, നിങ്ങൾ വീട്ടിൽ അരി വെക്കാറുണ്ടോ? വീട്ടില് ചോറ് വെക്കാറുണ്ടോ നിങ്ങള്? എന്ത് ചോദ്യമല്ല ടീച്ചറേത്, ചോറ് വെക്കാറുണ്ട്. ഓക്കെ, യെസ്. നിങ്ങൾക്കറിയാം എത്ര ഗ്ലാസ് അരി ഇടണമെന്നല്ലേ? എത്ര ബാലൻസ് വരാതെ എത്ര ഗ്ലാസ് അരി ഇട്ടാലാണല്ലോ, ചിലപ്പോ നാഴിയായിരിക്കും, ചിലർ ഗ്ലാസ്സിലായിരിക്കും, അല്ലെ? ബാലൻസ് വരുന്നത് നിങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ട്, അല്ലെ? കറക്റ്റ് ആയിട്ട് 4 പേരുണ്ടെങ്കിൽ 4 പേർക്കുള്ള ഊണ് മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ പിശുക്കി ഉപയോഗിക്കുകയാണ്, അല്ലെ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുകയെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനം എത്ര ദിവസത്തിനുള്ളിൽ തീരുമെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. എങ്ങനെ പിശിക്കാൻ നല്ലതല്ല, അത് നമ്മളൊരു സാമ്പത്തികമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കണമല്ലേ. ഓക്കെ, നല്ല കാര്യമാണ്. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നതല്ല ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഗോൾ എന്താണ്? റിട്ടേൺ capital investment at the minimal level possible. Retain capital investment at the minimal level possible. നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന മെറ്റീരിയൽസുകൾ ഉണ്ടാവും, അല്ലെ? അത് നമ്മൾ എങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്? എങ്ങനെ ഉപയോഗിക്കണം നമ്മള്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, നമ്മൾ വലിയ മുതൽ മുടക്കിൽ ചിലവാക്കിയ മെറ്റീരിയൽസ് ആണ് ഓൾറെഡി ഇൻവെന്ററിയിൽ ഉണ്ടായിരിക്കുക. അത്തരം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം ലെവലിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഓക്കെ, മിനിമം ലെവലിലായിരിക്കുള്ളൂ
ഇൻവെന്ററീസിൽ നിന്ന് നമുക്ക് ഓരോ മെറ്റീരിയൽസ് തരുന്നത്. ഓക്കെ, അതങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ ഓക്കെ നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഉപകരണങ്ങൾ അത്രയും അധികം ശ്രദ്ധയോട് കൂടി ഒരു മിനിമം ലെവലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ദീർഘനാൾ ഉപയോഗിക്കാനും നിയന്ത്രിതമായിട്ടുള്ള ഒരു മാനറിൽ കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, യെസ്. ദെൻ ഫോർത്ത് വൺ എന്താണ്? Establish control for the production and distribution of inventory. Establish controls for the production and distribution of inventory. എന്താണ് നമ്മൾ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അല്ല എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? എസ്റ്റാബ്ലിഷ് കൺട്രോൾസ്. എന്താണ്? ഓരോ സാധനങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും അല്ലെ നിയന്ത്രിതമായിട്ടൊരു മാനറിലായിരിക്കണം അല്ലെ. ഇൻവെന്ററിക്ക് വേണ്ടി മാത്രമായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു കൺട്രോൾസ് അല്ലെ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഓരോ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു നിയന്ത്രിതം എന്ന രീതിയിലായിരിക്കണം നമ്മളത് അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ആവശ്യത്തിൽ കൂടുതലൊന്നും ആർക്കും തന്നെ കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഓക്കെ, യെസ്. അപ്പോ പ്രത്യേകമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇൻവെന്ററി കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടായിരിക്കണം ഓരോ പ്രൊഡക്ട്സും ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 4 ഗോൾസ് ആണ് പ്രധാനമായിട്ടും ഇൻവെന്ററിക്ക് ഉള്ളത്. ഇൻവെന്ററി കൺട്രോൾസിനുള്ളത്, സ്റ്റോക്ക് കൺട്രോളിനുള്ളത്. ഒന്ന് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം സപ്ലൈ ചെയ്യുക. പിന്നെന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒന്ന് പിശുക്കുക അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾഡ് ആയിട്ടുള്ള മാനറിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയായിരിക്കണം? മിനിമം ലെവൽ പോസിബിൾ എന്ന നിലയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ ഓരോന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിയന്ത്രിതമായിട്ടുള്ള ആ ഒരു ഇൻവെന്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയന്ത്രിതമായിട്ടുള്ള ഇൻവെന്ററി കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓരോ പ്രൊഡക്ട്സുകളും വിതരണം ചെയ്യേണ്ടത് കേട്ടോ. 4 ഗോൾസ് ആണ്. 4 എണ്ണം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇഫ് ദർ ഇസ് നോ ഇൻവെന്ററി കൺട്രോൾ. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ എന്താണ്? ഇൻവെന്ററി ഹോസ്പിറ്റലിൽ വേണോന്നാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഫസ്റ്റ് നിയന്ത്രണം ഹോസ്പിറ്റലിൽ വേണം എന്നാണ് പറഞ്ഞത് അല്ലെ, പ്രത്യേകിച്ച് മെറ്റീരിയൽസിന്റെ ഭാഗത്ത്. ഈ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഇഫ് ദർ ഇസ് നോ ഇൻവെന്ററി കൺട്രോൾ, there will be no liability, overstocking or understocking of materials, loss of materials, etc. It will release stock, lot of working capital, reserve stock, in stock kept to provide uncertainty and consuming rate of lead time the material. Pre-order level, pre-order quantity is the stock level of any item, economic order quantity, tells and that can be disposed of so that the order can arrive in time to keep away from stock out. ഓക്കെ, ഇൻവെന്ററി കൺട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്? എന്തൊക്കെയാണ്? ലോസ് ഉണ്ടാവാം അല്ലെ, നല്ല രീതിയിൽ നഷ്ടം സംഭവിക്കാം, ലയബിലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഓവർ സ്റ്റോക്കിംഗ് വരാം. നമുക്ക് നിയന്ത്രിതമല്ലാതെ നമ്മൾ എത്രണ്ണം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇൻവെന്ററി ചെക്ക് ചെയ്യാണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് കൂടുതലുള്ളത് കുറവുള്ളതെന്ന് അറിയാൻ പറ്റില്ല. പിന്നെന്താണ് അവിടെ ഒരുപാട് ചില മെറ്റീരിയൽസ് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ആരെങ്കിലൊക്കെ എന്താ പറയാ ലോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോ ചിലർ എടുത്തുകൊണ്ട് പോയല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ട്സിൽ മാറ്റിയിരുന്ന തട്ടിപ്പൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. മെറ്റീരിയൽസ് തന്നെ എന്താ പറയാ കട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ആരാണ് എന്തെന്നൊക്കെ എടുത്തു പോയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എന്തില്ലെങ്കിൽ ഇൻവെന്ററി ഇല്ലെങ്കിൽ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നല്ലൊരു പ്രവർത്തന ചെലവ് ഇതിനുണ്ടാവും അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, അതായത് നമുക്ക് എത്ര മെറ്റീരിയൽ പോയെന്ന് പോലും അറിയാൻ സാധിക്കും. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ ഇല്ലാത്ത സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്താ? ഒന്ന് അണ്ടർ സ്റ്റോക്കിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കുറെ ഉണ്ടാവും, ലോസ് ഓഫ് മെറ്റീരിയൽസ് വരാം, ഹോസ്പിറ്റലിന്റെ റിലീസ് ഒക്കെ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തന ചെലവ് തന്നെ അതിന് പോയേക്കാം. ഓക്കെ, യെസ്. റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയും. എന്താണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്? റിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സ്റ്റോക്ക്
നോക്കാം. Is the stock kept to provide uncertainties in consuming rate or lead time of the material? എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? ആ ലയബിലിറ്റി ഉണ്ടെന്നാണ്. There will be no എന്നല്ല കേട്ടോ. There will be no എന്നല്ല. അങ്ങനെയാണോ ടെക്സ്റ്റ് കിടക്കുന്നത് നിങ്ങളെ? ഹോസ്പിറ്റലിൽ വലിയൊരു നഷ്ടം സംഭവിക്കില്ലേ? ലയബിലിറ്റി ഉണ്ടാവില്ലേ? നോ എന്നാണോ കിടക്കുന്നത്? അത് വെട്ടിയേക്കട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, എന്താ പറഞ്ഞേ? റിസർവ് സ്റ്റോക്ക്. ഓക്കെ, എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്, ബഫർ is a stock kept to provide uncertainties in consuming rate or lead time of the material. Reserve stock എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിതിന് മലയാളത്തിൽ കരുതൽ സ്റ്റോക്ക് എന്ന് പറയും. എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് കരുതുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കരുതുന്നത്? ഇതായിരിക്കും റിസർവ് സ്റ്റോക്ക്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ, ലൂസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, ലൂസ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അമ്മമാരൊക്കെ ആണെങ്കിൽ അത് കിച്ചണില് ഓരോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബൾക്കിന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. എക്സാമ്പിൾ കേട്ടോ. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും? അമ്മമാര് നമ്മളെ കാണാണ്ട് കുറച്ച് മെറ്റീരിയൽസ് എന്ത് ചെയ്യും? കുറച്ച് സാധനങ്ങള് കുറച്ച് ടിന്നിലോ അല്ലെങ്കിൽ ബോക്സിലൊക്കെ മാറ്റി വെക്കാറുണ്ട് അല്ലെ? നമ്മൾ കാണുമ്പോ എന്താണ്, കുറച്ച് മെറ്റീരിയലേ കാണുള്ളൂ, പക്ഷെ അതിന്റെ ബാക്കി ഓൾറെഡി അവരുടെ സ്റ്റോറിൽ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ കാണാതെ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരുമിച്ച് കുറെ സാധനങ്ങൾ വാങ്ങിച്ചെന്നിരിക്കും, എന്നിട്ട് നമ്മൾ ചിലപ്പോ അതൊന്നും കാണില്ല. നമ്മൾ കാണുമ്പോൾ ചെറിയ ബോട്ടിലിൽ മാത്രം, ഇപ്പൊ ഒരു ചിപ്സ് ആണെങ്കിൽ എന്താണ് ചെറിയ ബോട്ടിലിൽ കാണുള്ളൂ, പക്ഷെ അതിന്റെ ഒരു വൺ സ്റ്റോക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, നമ്മൾ കാണാതെ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ അമ്മമാരെ കരുതി വെക്കുന്നത്? റിസർവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാ? വെറുതെ ആണോ? പെട്ടെന്ന് കഴിയാതിരിക്കാൻ വേണ്ടി. അതാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ? യെസ്. അപ്പൊ നമ്മള് ഇവിടെ റിസർവ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ട് ഒരു ലീഡ് ടൈം എന്നൊരു പീരീഡ് ഉണ്ട് അല്ലെ? ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിൽ എത്തിയെന്നിരിക്കില്ല ഈ മെറ്റീരിയൽ അല്ലെ? അങ്ങനെ നമ്മൾ അത് ഫോർകാസ്റ്റ് ചെയ്യും. എത്താതെ പോയി കഴിഞ്ഞാൽ 10 ദിവസം വരേണ്ട മെറ്റീരിയൽസ് 20 ദിവസം കഴിഞ്ഞിട്ട് എത്തിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത്, ലീഡ് ടൈം കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിൽ നമ്മൾ എന്ത് ചെയ്യും? റിസർവ് ചെയ്ത് വെക്കും അല്ലെ? അങ്ങനെ സാധ്യതയുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ റിസർവ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് എന്താണ്, ഓൾറെഡി സ്റ്റോറിൽ ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യാനുസരണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ആദ്യം ആ ബോട്ടിൽ കഴിച്ച ചിപ്സ് തീർന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ എവിടെ നിന്ന് എടുത്തുകൊണ്ട് തരുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അമ്മ അത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഇത് നിങ്ങൾ ആവശ്യപ്പെടും, പിന്നെയും ചോദിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലായിക്കോട്ടെ നോക്കിട്ട് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ ഈ ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്നാണ് ഒരു രസകരമായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്ററാണ് കേട്ടത്. ഇഷ്ടമേ അല്ല, ആർക്കും ഇഷ്ടമല്ല ഈ ഒരു ചാപ്റ്റർ. പിള്ളേർക്കും അതെ, പിള്ളേർക്ക് ചിലർക്ക് കുഴപ്പമില്ല. ഓക്കെ, വേറൊന്നുമല്ല, ഭയങ്കര ഒരു ഡ്രൈ ഏരിയ ആണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്തൊക്കെയോ അല്ലെ? ചില ചാപ്റ്ററുകൾ അങ്ങനെയാണ്. യെസ്. ഓക്കെ, അപ്പൊ റിസർവ് സ്റ്റോക്ക് എന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. റിസർവ് സ്റ്റോക്ക് ഇസ് സ്റ്റോക്ക്, അല്ലെങ്കിൽ റിസർവ് സ്റ്റോക്കിനെ പറയുന്നത് തന്നെയാണ് ബഫർ സ്റ്റോക്ക് എന്ന് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. is a stock kept to provide uncertainties in consumer rate or lead time of the material. Then
Reorder level or reorder point is the stock level of any item is economic order quantity terms that can be disposed of so that the order can arrive in time to keep away from stock out. ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത്? reorder level and reorder point എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എല്ലാ ഓർഡറുകളും തീരുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? റീഓർഡേഴ്സ് ചെയ്തിരിക്കണം അല്ലെ? നമ്മൾ റീഓർഡർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഓർഡർ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ തീരാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഏതൊക്കെയാണ് തീരാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ എല്ലാ സ്റ്റോക്കും തീരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റോക്കിന്റെ ഓർഡേഴ്സ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. റീ ഓർഡർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ചെക്ക് ചെയ്യുക ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് തീരാൻ പോകുന്നുണ്ട്, തന്നെ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇനി എന്നുള്ളത്. ഇപ്പൊ നമുക്കിപ്പോ പ്ലാസ്റ്റർ ഓഫ് പാരിസസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന്റെ ആ ഒരു ചുറ്റ് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം തീരാറായിട്ടെന്ന് കണ്ടറിയാൻ പറ്റും. പക്ഷെ ചിലത് നമുക്ക് അറിയാൻ പറ്റില്ല. ചില ബോട്ടിൽസിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ? ബോട്ടിൽസിൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു കാൽഭാഗം തീർന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞത് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഏതാണോ തീരാൻ പോകുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് റീഓർഡർ ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? അത് സ്റ്റോക്ക് ഔട്ട് ആയി പോകും അല്ലെ? നമ്മളത് സ്റ്റോക്കിൽ ഇല്ലാണ്ടായി പോവാ, ഇൻവെന്ററിയിൽ ഇല്ലാണ്ടായി പോവാ സാധനം. ഓക്കെ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ സ്റ്റോക്ക് തീരുന്നതിന് മുൻപായിട്ട് ഒന്നുകൂടി റീചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? Okay, that is inventory control. ഇനി ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞല്ലോ, അത് തീരുന്നതിന് മുമ്പ് സ്റ്റോക്കുകൾ നോക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് അതിന്റെ അടിസ്ഥാനത്തില് കൈൻഡ് ഓഫ് ഓർഡേഴ്സ് ദാറ്റ് പ്ലേസസ്, ഈ 3 രീതിയിലാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇൻവെന്ററിയിലേക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് നമ്മൾ 3 രീതിയിലാണ്. ഓക്കെ, 3 വേസിലാണ് നമ്മളത് ഓർഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ആണ് കേട്ടോ. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, 2 bin സിസ്റ്റം. ഓക്കെ, അതിപ്പോ ഏതൊക്കെ രീതിയിലാണ്? നമ്മൾ 3 രീതിയിലാണ് ഒരു മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലാണ്? സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഈ 3 രീതി അനുസരിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേത് എന്താണ്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ആണ്. എന്തായിരിക്കും സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്? This system is a fixed interval order of periodic review system. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും ആവശ്യമുള്ള സാധനം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പീരിയോഡിക് ഇന്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ സമയത്ത് എന്താണ്? ഒരു വീക്കിലോ ഒരു മന്തിൽ എന്നൊക്കെ പറഞ്ഞു കൂടുമ്പോ, അതായത് ഒരു മന്ത് ഒരു വീക്ക് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് സ്പേസ് എന്ത് ചെയ്തിരിക്കണം? അതാണ് ഫിക്സ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വീക്ക് കഴിയുമ്പോ ഒരു മെറ്റീരിയൽ തീർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തീരുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പീരിയോഡിക് ആയിട്ട് സ്റ്റോക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറുകൾ സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഏത് രീതിയിലാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിനാണ് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്, അതൊരു ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് അന്വേഷിച്ചിട്ട് അത് അനലൈസ് ചെയ്തിട്ടായിരിക്കണം മെറ്റീരിയൽസിന്റെ ഓർഡേഴ്സ് കൊടുക്കേണ്ടത്. അതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും അത് 1 വീക്ക് ആകട്ടെ 1 മന്ത് ആകട്ടെ, ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇന്റർവെൽ ടൈം പീരീഡിൽ നമ്മൾ അത് അന്വേഷിക്കണം. ഓക്കെ, അത് തീർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കേണ്ട മെറ്റീരിയൽസ് ആണെന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ഓർഡേഴ്സ് കൊടുക്കുന്നത്. അതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? Okay. Next one, fixed quantity system. Fixed quantity system. The system is based on ordering fixed quantities at different intervals. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? സൈക്ലിക്കല് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇന്റർവെൽസിലാണ് ഓർഡർ കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ഡിഫറെന്റ് ഇന്റർവെൽസിലാണ് കൊടുക്കുന്നത് അല്ലെ? അതായത് പല ഇടവേളകളിലാണ് നമ്മൾ ഒരു മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഓർഡേഴ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് അതിന്റെ എക്സാമ്പിൾ നമുക്ക് നീഡിൽസ് അല്ലെങ്കിൽ സിറഞ്ച് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഡിഫറെന്റ് ഇന്റർവെൽസ് മാത്രം ബുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന.
ആ ഒരു കാറ്റഗറീസിൽ വരുന്നതാണ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിംഗ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റീസ് അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. നമ്മൾ പല ഇടവേളകളിലായിട്ടുള്ള ഫിക്സ്ഡ് ഇന്റർവെൽസിലാണ് എന്ത് കൊടുക്കുന്നത്? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ഓർഡർ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? Yes. Next one, two-bin system. Two-bin system. Two-bin system. When the items cannot be measured on the basis of any pre-agreed value or terms, the order will be placed on the basis of a logical reasoning after incurring the volume contained in the containing boxes. Example, plaster of Paris and gauzes. Okay, അപ്പോൾ two-bin system എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കും നമുക്കത് ഓർഡർ കൊടുക്കാൻ പറ്റുന്നത്. അതായത് ചില ഐറ്റംസിൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കാറ്റഗറിയാണ് ട്യൂബിൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ബോട്ടിൽസിൽ ഇരിക്കുന്നത് അല്ലെ, അത് എത്രത്തോളം വോളിയം ബാക്കിയുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ പൗഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1/4 ഭാഗം ബാക്കിയുണ്ട് എന്ന് പറയാൻ, നമുക്ക് കൃത്യമായിട്ട് എത്രത്തോളം ബാക്കിയുണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെ. പൗഡേഴ്സിൽ, അതായത് ബോട്ടിൽസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഒരു 3/4 ഭാഗം ബാക്കിയുണ്ട് അല്ലെങ്കിൽ 1/4 ഭാഗം ബാക്കിയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത് ഏകദേശം മാത്രമേ നമുക്ക് ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഇത്ര ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് എന്റെ ട്യൂബിൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതിൽ നമുക്കത് ബോട്ടിൽസ് കുലുക്കി നോക്കാൻ പറ്റും അല്ലെ. കുലുക്കി നോക്കുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലെ, ബോട്ടിലിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ. ഓക്കെ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ട്യൂബിൻസിൽ വരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗോസും. ഗോസ് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ് ചെയ്യാൻ എടുക്കുന്ന തുണിയാണ് കേട്ടോ. ഗാസ് ആണ് കേട്ടോ. ഗാസ് എന്ന് വെച്ചാൽ നമ്മള് ഫ്രാക്ചേഴ്സ് ഒക്കെ നമ്മൾ ഡ്രസ് ചെയ്യാൻ എടുക്കുന്ന ഒരു കള്ളികളികൾ പോലെ ഇരിക്കുന്ന ഒരു തുണി കണ്ടിട്ടില്ലേ, വൈറ്റ് കളറിലെ. ഓക്കെ, യെസ്. അതൊക്കെ ചിലത് ബോക്സസിലാണ് അല്ലെങ്കിൽ ബിൻസിലാണ് വരുന്നത്. അതൊക്കെ എത്രത്തോളം തീർന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ അതിനാൽ തന്നെ എന്താണ്, ഏകദേശം മാത്രം ഓർഡർ കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. അതായത് ഇത്രയും തീർന്നിട്ടുണ്ടെന്നുള്ളത് നമ്മള് അതിങ്ങനെ 1/4 ഭാഗം അല്ലെങ്കിൽ ഇത്രയും ഭാഗം ഉണ്ടെന്ന് മാത്രം പറയാൻ പറ്റുന്ന കാറ്റഗറി ഓഫ് ടൈപ്പ് ആണ് ട്യൂബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 രീതിയിൽ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ 3 രീതിയിലാണ് നമ്മൾ സ്റ്റോക്കില് ഓർഡേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തില്, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തില്, ട്യൂബിൻ സിസ്റ്റത്തില്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്സ്ഡ് ഇന്റർവെൽസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓർഡേഴ്സുകളാണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഏതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായ ഒരു ഇന്റർവെൽസിൽ ചെക്ക് ചെയ്യുകയും അവരിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചിട്ട് അത് ഓർഡർ കൊടുക്കും. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെന്റ് ഇന്റർവെൽസിലാണ് നമ്മളത് ഓർഡർ ചെയ്യുന്നത് അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർവെൽസിൽ നിശ്ചിത ഇടവേളകളിൽ മാത്രം ഓർഡർ ചെയ്യുന്നതാണ്. ട്യൂബിൻ സിസ്റ്റം എന്ന് പറയുന്നത്, ട്യൂബിൻ സിസ്റ്റം എന്തിലാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? ബോട്ടിൽസിൽ വരുന്ന മെറ്റീരിയൽസിലാണ്. അതിൽ എത്രത്തോളം ഏകദേശ കണക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഇത്രത്തോളം ബാക്കിയുണ്ട് എന്നുള്ളത്. അപ്പൊ എത്രത്തോളം ബാക്കിയുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് മാത്രമേ അതിനനുസരിച്ചിട്ട് ഓർഡർ കൊടുക്കൂ. അതിന് എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗോസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓർഡർ ദാറ്റ് പ്ലേസ്ഡ്. ഇതിൽ 3 ടൈപ്പുള്ള ഓർഡറുകൾ ഏതൊക്കെയാണെന്ന് ഇതിന് അടുത്തത് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും. ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോറേജ്. നമുക്ക് ഏതൊക്കെ രീതിയിലാണ് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഓക്കെ, നമ്മള് വീട്ടിലാണെങ്കിലും നമ്മൾ പല സാധനങ്ങൾ പല രീതിയിലല്ലേ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പ്രത്യേകിച്ച് പൊടികളൊക്കെ നമ്മള് കുട്ടികളൊക്കെ എടുക്കാത്തൊരു പ്ലേസിലായിരിക്കും നമ്മൾ വെക്കുന്നത്. അല്ലെങ്കിൽ അരി സാധനങ്ങൾ, മറ്റ് ചിപ്സ് അല്ലെങ്കിൽ ഓയിലൊക്കെ നമ്മൾ പ്രത്യേക പ്ലേസസിലായിരിക്കും വെക്കുന്നത് അല്ലെ. യെസ്. അപ്പൊ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഇത്രയും രീതിയിൽ 3 കൈൻഡിലാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ഈ ഓർഡർ കൊടുക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ബൾക്ക് സ്റ്റോറേജ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്. ബൾക്ക് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പേപ്പർ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഫയൽസ്, റെക്കോർഡ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബൾക്ക് സ്റ്റോറേജിൽ നമ്മൾ. പ്രിന്റിംഗ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് ആണ് നമ്മൾ സ്റ്റോറേജിൽ വെക്കുന്നത്. പിന്നെ അത് ബൾക്കായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. ഷെൽഫ് സ്റ്റോറേജിൽ വെക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഷെൽഫിൽ വെക്കുന്ന മെറ്റീരിയൽസ് അല്ലെ. ഷെൽഫ് സ്റ്റോറേജിൽ വെക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഷെൽഫിൽ വെക്കാൻ പറ്റുന്നത്?
അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ബോട്ടിൽസുകൾ അല്ലെ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ബോക്സ് പോലുള്ളത് നമുക്ക് ഷെൽഫ് സ്റ്റോറേജിൽ വെക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഇതിൽ ചെറിയ പാക്കറ്റ്സിൽ വരുന്ന സാധനങ്ങളൊക്കെ. ഇനി ബിൻ സ്റ്റോറേജ്, ബിന്നിൽ വെക്കാൻ പറ്റുന്ന ബിന്നിൽ വെക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ബിൻ എന്ന് വെച്ചത് ബോക്സുകൾ, ചെറിയ കണ്ടെയ്നർ ഒക്കെ വരില്ലേ, ഓക്കെ. അതിലൊക്കെ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും? പൗഡർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് അല്ലെ, ഓക്കെ. ചില ലിക്വിഡ്സുകളും ചില കട്ടിയുള്ള ലിക്വിഡ്സുകളും നമ്മൾ അതേപോലെ ബോക്സസിൽ യൂസ് ചെയ്ത് വെക്കാറുണ്ട്, ബിൻ സ്റ്റോറേജിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ടെക്നിക്കൽ എൻവയോൺമെന്റൽ സ്റ്റോറേജ്, എക്സാമ്പിൾ ഫ്രിഡ്ജ്. ടെക്നിക്കൽ എൻവയോൺമെന്റൽ സ്റ്റോറേജ്, എൻവയോൺമെന്റ് സ്റ്റോറേജ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും നമ്മൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. നമ്മളൊരു കോമൺ പ്ലേസിൽ ഒന്നും കൊണ്ടുവന്നത് വെക്കില്ല. അതിന് ടെക്നിക്കൽ ഏരിയാസ്, അതായത് വയറിംഗ് സംവിധാനങ്ങൾ അല്ലെ, അത് കണക്ട് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉള്ളിടത്ത് മാത്രം അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം, ഓക്കെ. പിന്നെ ഇവാപറേറ്റഡ് ലിക്വിഡ് സ്റ്റോറേജ്. ഇവാപറേറ്റഡ് എന്ന് വെച്ചാൽ ബാഷ്പീകരിച്ച് പോകുന്ന സാധനങ്ങളില്ലേ, യെസ്, അതിന് മാത്രമുള്ള ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ്. സ്പിരിറ്റ് മുതലായിട്ടുള്ള വ്യത്യസ്ത സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ലിക്വിഡ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക പ്ലേസ് ഉണ്ടായിരിക്കും, അത് അവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് അതിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, എക്സാമ്പിൾ മെർക്കുറി, സിഡെക്സ് ഒക്കെ. സിഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? സിഡെക്സ് അതായത് നമ്മുടെ ആന്റിസെപ്റ്റിക്കിന്റെ ബ്രാൻഡ് നെയിമാണ്, ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ബ്രാൻഡഡ് നെയിമാണ് സിഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ, ഓക്കെ. അപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നതിന് പ്രത്യേക പ്ലേസ് ഉണ്ടായിരിക്കും, അതാണ് അതിന്റെ എക്സാമ്പിൾ ആണ് മെർക്കുറിയും സിഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വോളറ്റൈൽ, വോളറ്റൈൽ ഈസിലി എവാപറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. വോളറ്റൈൽ എന്താണ്? വോളറ്റൈൽ എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായി പോകുന്നവയാണ്? അതിവേഗം വാതകമായി പോകുന്ന മെറ്റീരിയൽസ് ഉണ്ട് അതെ. അതായത് നമ്മുടെ ക്ലോറോഫോം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, ക്ലോറോഫോം കേട്ടിട്ടില്ലേ? ക്ലോറോഫോം, ആൽക്കഹോൾ ഒക്കെ, അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിവേഗം ഗ്യാസ് ആയിട്ട് മാറുന്ന ഉൽപ്പന്നങ്ങളുണ്ട്, ഓക്കെ. അപ്പൊ അത്തരം സാധനങ്ങൾ എന്താണ്? നമ്മുടെ വോളറ്റൈൽ അല്ലെങ്കിൽ ഈസിലി ഇവാപറേറ്റഡ് ആവുന്നതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറുള്ള സ്റ്റോറേജിലായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ് ആണ് നമ്മൾ പറയുന്നത്. ഈ രീതിയിലാണ് ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് ബൾക്ക് സ്റ്റോറേജുകൾ, ഏതൊക്കെ ഐറ്റംസ് വരുന്നുണ്ട്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് വരുന്നുണ്ട്. ഷെൽഫ് സ്റ്റോറേജിൽ വയ്ക്കുന്ന മെറ്റീരിയൽസുകൾ അതിൽ സൂക്ഷിക്കുന്നു. ബിൻ സ്റ്റോറേജിൽ ഉപയോഗിക്കുന്നത് പൗഡർ ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ. പിന്നെ ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജിലാണ് ഫ്രിഡ്ജ്, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ ഉപകരണങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. പിന്നെ ഇവാപറേറ്റീവ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് സ്പിരിറ്റ്, ബാഷ്പീകരിച്ച് പോകുന്ന ഉപകരണങ്ങൾ, മെറ്റീരിയൽസ് ഉണ്ട്, അതാണ് സ്പിരിറ്റുകൾ, ഓക്കെ. അത് സെപ്പറേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോറേജ് ഉണ്ടായിരിക്കും, സ്റ്റോറേജ് പ്ലേസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നതിന് വോളറ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഗ്യാസസ് ആയി പോകുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ സൂക്ഷിക്കുന്നത്. അതായത് നമ്മുടെ ക്ലോറോഫോം അല്ലെങ്കിൽ ആൽക്കഹോൾ പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് പ്ലേസസ് ഉണ്ടായിരിക്കും, ഓക്കെ. ഇനി ഒരു 7 രീതിയിലാണ് ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, മനസ്സിലായോ? ഓക്കെ. മതി എത്രയും ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കാട്ടോ. ടൈപ്സ് ഓഫ് സ്റ്റോറേജ്, ഏതൊക്കെ സ്റ്റോറേജുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്? ഡ്രഗ്, സർജിക്കൽ സ്റ്റോറുകളുണ്ട്, അനസ്തെറ്റിക് സ്റ്റോറുകളുണ്ട്, കിച്ചൺ സ്റ്റോർസ്, ലിനൻ സ്റ്റോർസ് ആണ്, ജനറൽ സ്റ്റോർസുകൾ. അത് ഏതൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, ഏതൊക്കെയാണെന്ന് പറയാനുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.
താങ്ക് യു.